കണ്ണുനീർ കണങ്ങൾ കഥ പറയുന്നു എന്ന ഒരു ശീർഷകത്തിലാണ് നമ്മൾ ഇന്നത്തെ വിഷയം ആരംഭിക്കുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ജീവിതത്തിലൂടെ നമ്മൾ കണ്ണോടിക്കുകയാണ്. സ്വഹീഹ് മുസ്ലിമിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സംഭവം പറയുന്നുണ്ട്. ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ 16-ാമത്തെ ആയത്തിറങ്ങിയ രംഗം, അതിന്റെ സാഹചര്യം വിവരിക്കുകയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആയത്ത് ഇങ്ങനെയാണ്, നമുക്ക് കേട്ട് പരിചയമുള്ള ആയത്താണത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നസല മിനൽ ഹഖ്. ألم يئن للذين آمنوا أن تخشع قلوبهم لذكر الله أن تخشع قلوبهم لذكر الله وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. അല്ലാഹു ചോദിക്കുകയാണ്, സത്യവിശ്വാസികളെ നിങ്ങൾക്ക് നേരമായിട്ടില്ലയോ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുന്ന നേരത്ത് ഹൃദയം പേടിക്കുകയും കണ്ണുകൾ കരയുകയും അള്ളാഹുവിനെ കുറിച്ച് ഭയപ്പെടുകയും ചെയ്യാൻ സത്യവിശ്വാസികൾക്ക് എന്തേ നേരമായില്ലയോ? വമാ നസല മിനൽ ഹഖ്, അള്ളാഹുവിന്റെ പരിശുദ്ധങ്ങളായ വചനങ്ങൾ ഖുർആൻ അവതരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുമ്പോഴും അള്ളാഹുവിനെ പേടിക്കാൻ സത്യവിശ്വാസികൾക്ക് ഇനിയും നേരമായിട്ടില്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് 4 വർഷം കഴിഞ്ഞപ്പോൾ ഇറങ്ങിയ ആയത്താണിത്. ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നു തുടങ്ങി, ദീനിലേക്ക് സ്വഹാബിമാർ കടന്നു വന്ന ഉടനെ 4-ാമത്തെ വർഷം അല്ലാഹു ചോദിച്ച ചോദ്യമാണിത്, നിങ്ങൾക്ക് പേടിക്കാൻ ഇനി നേരമായില്ലേ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ കാന ബൈന ഇസ്ലാമിനാ വബൈന അൻ ആതബനാ റബ്ബുനാ ബിഖൗലി. അല്ലാഹു ഈ ഒരു ആയത്തിലൂടെ ഞങ്ങളെ തിരുത്തുകയോ ആക്ഷേപിക്കുകയോ ചെയ്യുന്നതിന്റെയും ഞങ്ങൾ വിശ്വാസികളായി വരുന്നതിന്റെയും ഇടയിലുള്ള സമയം ഇല്ലാ 4 സിനീൻ, 4 കൊല്ലത്തെ വ്യത്യാസമേ ഉണ്ടായിട്ടുള്ളൂ. ഞങ്ങൾ മുസ്ലിമായി 20 കൊല്ലം കഴിഞ്ഞിട്ടോ 10 കൊല്ലം കഴിഞ്ഞിട്ടോ അല്ല, 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അള്ളാഹു ചോദ്യം തുടങ്ങി, നിങ്ങൾക്ക് പേടിയില്ലേ അള്ളാഹുവിനെ? ഭയപ്പെടാൻ നിങ്ങൾക്ക് നേരമായില്ലേ? ഞങ്ങളുടെ മനസ്സുകൾക്കൊക്കെ ഒരൽപ്പം ഉണർവ് കുറവോ ഈമാനിന്റെ താപം കുറഞ്ഞു പോയതോ അല്ല ആ നേരം. എന്നിട്ട് പോലും അള്ളാഹു നിങ്ങളുടെ ഊർജം കെട്ടുപോകാതിരിക്കാൻ ഞങ്ങളോട് 4 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും അള്ളാഹു ചോദ്യം തുടങ്ങി. നുബുവത്ത് കിട്ടി 4-ാമത്തെ കൊല്ലം അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങൾക്ക് നേരമായില്ലേ അള്ളാഹുവിനെ ഭയപ്പെടാൻ? 4 കൊല്ലം കൊണ്ടെന്ന് ചോദിച്ചു. 1400 കൊല്ലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ആയത്ത് ഇപ്പോഴും ഓതുന്നത്. കണ്ണുകൾ കരയുകയും ഹൃദയം പേടിക്കുകയും ചെയ്തുകൊണ്ടാണ് ഒരു വിശ്വാസിക്ക് ജീവിക്കാൻ കഴിയുക. വെറും തമാശയും ചിരിയും ഹ്യൂമറും നമ്മുടെ ഖൽബിനെ കെടുത്തിക്കളയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, നബിയേ ഇന്നി അഷ്കൂ ഇലൈക ഖസാവത ഖൽബി, നബിയേ എന്റെ ഹൃദയം വളരെ കഠിനമാണ്,
ആരോടും ഒരു ദയാവായ്പ തോന്നുന്നില്ല, ആരോടും ഒരു കരുണ തോന്നുന്നില്ല. എന്റെ കഠിനമായ ഹൃദയത്തിന് വല്ല ചികിത്സയുമുണ്ടോ നബിയേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ഒരു യതീമിന്റെ തലയിൽ പോയി കൈകൊണ്ട് തടവി കൊടുക്ക്. ഒരു യതീമായ കുട്ടിയുടെ തലയിൽ കൈകൊണ്ട് തടവി കൊടുക്ക്. വബികി അലാ ഖതീഅതിക്, നീ ചെയ്തു പോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് നീ കരയുകയും ചെയ്യുക. നിന്റെ മനസ്സിന് അല്ലാഹു സമാധാനം തരും, ഹൃദയത്തിന്റെ കാഠിന്യം അല്ലാഹു ഇല്ലാതെയാക്കി തരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ അല്ലാഹുവിന് വേണ്ടി കണ്ണുനീരുകൾ പൊഴിക്കുകയും ഹൃദയം ഭയപ്പെടുകയും ചെയ്ത് അല്ലാഹുവിന്റെ അപാരമായ നിഅമത്ത് കൊണ്ട് നിറക്കപ്പെട്ട സ്വർഗ്ഗലോകത്തേക്ക് എത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ സദസ്സിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ അല്ലാഹുവിന് വേണ്ടി കണ്ണുനീര് പൊഴിക്കുകയാണെങ്കിൽ ഐനാനി ലാ തമസ്സുഹുമന്നാർ, അല്ലാഹുവിന്റെ നരകം രണ്ട് കണ്ണുകളെ പിടികൂടുകയില്ലെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. ആ രണ്ട് കണ്ണുകളുള്ള വ്യക്തികളെ നരകം പിടികൂടുകയില്ലെന്നാണ് അതിനർത്ഥം. ഐനുൻ ബകത് മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണാണൊന്ന്. വഅൈനുൻ ബാതത് തഹ്റുസു ഫീ സബീലില്ലാഹ്, രാജ്യത്തിന്റെ ബോർഡർ കാക്കുകയും ഒരു രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്ത് ഉറക്കം വിളച്ചു നിൽക്കുന്ന പട്ടാളക്കാരുടെ, രാജ്യത്തിന് സുരക്ഷ നൽകുന്ന വിശ്വാസികളായ പട്ടാളക്കാരുടെ ഉറക്കം വിളച്ചു നിൽക്കുന്ന ആ രണ്ട് കണ്ണുകളും നരകം തൊടുകയില്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രഗൽഭരായ ഇമാമിയങ്ങളിൽ കഴിഞ്ഞുപോയ മൻസൂർ ഇബ്നു അമ്മാർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മരണശേഷം ആ മഹാനുഭാവനെ അവരുടെ ശിഷ്യഗണങ്ങൾ സ്വപ്നത്തിൽ കണ്ടപ്പോൾ അവർ ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്, ആത്മീയ ലോകവുമായിട്ട് സ്വപ്ന ദർശനങ്ങളിലൂടെ ആശയവിനിമയം നടത്തിയ എത്രയോ സംഭവങ്ങളുണ്ട് നമ്മുടെ പരിശുദ്ധങ്ങളായ കിതാബുകളിൽ, വ്യക്തമായ അടിസ്ഥാനമുള്ള സംഭവങ്ങൾ. മൻസൂർ ഇബ്നു അമ്മാറേ, മാ ഫഅലല്ലാഹു ബിക്, അല്ലാഹു നിങ്ങളോട് എന്താണ് പെരുമാറിയത് എന്ന് ചോദിച്ചപ്പോൾ മഹാന്റെ മറുപടി വന്നത് ഇങ്ങനെയാണ്, ഖാലല്ലാഹു ലീ, അല്ലാഹു എന്നോട് പറയുന്നു, യാ മൻസൂർ, മൻസൂറേ, അതദ്രീ ലിമ ഗഫർതു ലക്, നിങ്ങൾക്ക് ഞാൻ എന്താണ് പുറത്തു തരാൻ കാരണമെന്നറിയുമോ? യാ റബ്ബി റഹ്മതുക വാസിഅ, ഞാൻ പറഞ്ഞു, കാരുണ്യവാനേ, നിന്റെ കരുണ അതിവിശാലമാണല്ലോ റബ്ബേ, നിന്റെ കരുണ കൊണ്ടാവണം നീ എനിക്ക് പുറത്തു തന്നിട്ടുണ്ടാവുക. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, ലിഅന്നക വഅൽത ഫീ യൗമിൻ മിനൽ അയ്യാമി വബകാ അബ്ദുൻ മിൻ ഇബാദി മിൻ ഖശിയതി വലം യബ്കിനി ഖത്തു. അറിയുമോ മൻസൂർ ഇബ്നു അമ്മാറേ, ഒരു ദിവസം നിങ്ങൾ വഅദ് പറയുമ്പോൾ, ജനങ്ങൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കുമ്പോ നിങ്ങളുടെ സദസ്സിൽ നിന്നൊരാൾ കരഞ്ഞിട്ടുണ്ട്. ആ മനുഷ്യൻ അതിന് മുമ്പ് എന്നെയോർത്ത് കരഞ്ഞിട്ടില്ലായിരുന്നു. ആ ഒരു മനുഷ്യന്റെ കരച്ചിൽ അയാളുടെ ഖൽബിനുള്ളിലേക്ക് ഈമാനിന്റെ പ്രഭ കയറുകയും കണ്ണുകളിൽ നിന്ന് കണ്ണുതുള്ളികൾ ധാരധാരയായി ഈമാനിന്റെ കഥ പറഞ്ഞു തുടങ്ങുകയും ചെയ്തതിന്റെ പേരിൽ ഞാൻ ആ വ്യക്തി കാരണമാണ് മൻസൂർ ഇബ്നു അമ്മാറേ നിങ്ങൾക്ക് മാപ്പു തന്നത് എന്ന് അല്ലാഹു ജല്ല ജലാലുഹു മറുപടി പറഞ്ഞു എന്ന് മഹാന്റെ തർജുമയിൽ നമ്മുടെ ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഏതെങ്കിലും ഒരു നന്മ കൊണ്ട് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും രക്ഷപ്പെടുത്തി തരട്ടെ. അല്ലാഹു കാരുണ്യവാനാണ്. അല്ലാഹുവിന്റെ കരുണ നമുക്ക് അല്ലാഹു എമ്പാടും വാരിക്കോരി തരട്ടെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ വന്ന് പറയുന്നു, ഇബ്നു മസ്ഊദേ, നിങ്ങൾ എനിക്ക് വേണ്ടി ഖുർആൻ ഒന്ന് ഓതിത്തരണം. ഇബ്നു മസ്ഊദേ, നിങ്ങൾ ഖുർആൻ ഓതണം, ഞാനൊന്ന് കേൾക്കട്ടെ. പേടി വന്നത് നരബാധിക്കുമാർ അങ്ങ് പേടിച്ചു പോയത്. ഖൗലുഹു തആല, അല്ലാഹു പറഞ്ഞുവല്ലോ നബിയേ, ഫസ്തഖിം കമാ ഉമിർത്, ഞാൻ പറയുന്നത് പോലെ നബിയെ നേർവഴിയിൽ നിന്നേക്കണം, ഞാൻ പറയുന്നത് പോലെ നേർമാർഗത്തിലായി ജീവിക്കണം കേട്ടോ എന്ന അല്ലാഹുവിന്റെ ആ പ്രഖ്യാപനമാണ് എനിക്ക് നിരവരാൻ കാരണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ്
മുഅ്മിനീങ്ങൾ കണ്ണുകൊണ്ട് കരയണം. ജീവിതം ചിരിച്ചു തീർക്കാൻ മാത്രമുള്ളതല്ല. ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സ്വഹാബത്തിനെ കണ്ടപ്പോഴല്ലേ നബി തങ്ങൾ പറഞ്ഞത്, സ്വഹാബികളെ ലൗ തഅലമൂന മാ അഅലം ലൗ തഅലമൂന മാ അഅലം ലളഹിക്തും ഖലീലാ വലബകൈതും കസീറാ. ഞാൻ അറിയുന്ന പോലെ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ, ഞാൻ അറിയുന്ന പോലെ അള്ളാഹുവിന്റെ അദാബിന്റെ കാഠിന്യം നിങ്ങൾക്കറിയുമായിരുന്നെങ്കിൽ, ഞാൻ അറിയുന്ന പോലെ നമ്മളെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ ഭാരം നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിക്തും ഖലീലാ വലബകൈതും കസീറാ. നിങ്ങൾ കുറച്ചു മാത്രമേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി തങ്ങൾക്ക് ഹബീബിന് എന്തെന്നില്ലാത്ത ഭയമുണ്ട്. നമ്മളൊക്കെ വല്ലാത്ത ധൈര്യമുള്ളവരാ മുഅ്മിനെ, വിവരക്കേട് കൊണ്ടാണത്. ആകാശ ലോകത്ത് സൂര്യഗ്രഹണമുണ്ടായപ്പോൾ ഹബീബ് വല്ലാതെ കരഞ്ഞുപോയി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സുനൻ തിർമിദിയിൽ കാണാം, لما كسفت وصلى نبينا صلى الله عليه وسلم صلاة الكسوف بدا يبكي. സൂര്യഗ്രഹണം സംഭവിക്കുകയും നബി തങ്ങൾ സൂര്യഗ്രഹണ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തതിന്റെ ശേഷം ഹബീബ് കരഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് സുജൂദിൽ കിടക്കുകയും ശ്വാസം തിങ്ങിവിടുകയും അല്ലാഹുവിനോട് പറയുന്നുണ്ട്, റബ്ബി, എന്റെ റബ്ബേ, അലം തഇദ്നി അല്ലാ തുഅദ്ദിബഹും വഅന ഫീഹിം. അല്ലാഹുവേ, ഞാൻ ഈ മനുഷ്യർക്കിടയിൽ ജീവിച്ചിരിക്കുന്ന കാലം നിന്റെ അദാബ് വരികയില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടില്ലയോ റബ്ബേ. അലം തഇദ്നി റബ്ബി അല്ലാ തുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ആളുകൾ ഗുഫ്റാനക അസ്തഗ്ഫിറുല്ലാഹ്, മാപ്പ് തരണേ റബ്ബേ, പുറത്തു തരണേ റബ്ബേ എന്ന് ജനങ്ങൾ മഗ്ഫിറത്തിനെ ചോദിക്കുന്ന കാലമത്രയും നീ അവരെ ശിക്ഷിക്കുകയില്ലെന്നും അല്ലാഹുവേ നീ വാക്ക് തന്നിട്ടില്ലയോ. വനഹ്നു നസ്തഗ്ഫിറുക, നിന്നോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞ് വലാ സാല യുസല്ലി വയബ്കി, നിസ്കാരവും കരച്ചിലുമായി അലൈഹി സ്വലവാതു റബ്ബി വസലാമു ഹത്തൻ ജലത്തിശ് ശംസു, സൂര്യഗ്രഹണം നീങ്ങുന്നവരെ കരച്ചിലിൽ കഴിഞ്ഞ നബി തങ്ങളാണ് ഹബീബുനാ റസൂലുള്ളാഹ്. മരണം ഹബീബിനെ പേടിപ്പിച്ചിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സ്വഹാബിയെയാണ് നബി തങ്ങൾ മരിച്ചു കഴിഞ്ഞതിന്റെ ശേഷം ഹബീബ് ചുംബിച്ച ഒരു സ്വഹാബിയുണ്ട്. ആ ഭാഗ്യം ഒരാൾക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണത് പറയുന്നത്. അബൂദാവൂദ് തങ്ങളും തുർമിദങ്ങളും ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹിം അജ്മഈൻ അവരുടെ സുനനുകളിൽ ധരിച്ചിട്ടുള്ള ഹദീസ്, അന്ന ഉസ്മാൻ ഇബ്നു മദ്ഊൻ, ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറയുന്ന സ്വഹാബി റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ വന്നു. ജാഅൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ ആളുകൾ മരിച്ചു കിടക്കുമ്പോ ആ മഹത്തുക്കളുടെ നെറ്റിയിൽ ഉമ്മ വെക്കൽ സുന്നത്തുണ്ടെന്ന് പഠിപ്പിച്ച സംഭവമാണിത്. നബി തങ്ങൾ വഫാത്തായി കിടന്ന ഒരാളെ ചുംബിച്ചത് ഈ ഒരു സ്വഹാബിക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ഹബീബ് കടന്നു വരികയും വകശഫ അൻ വജ്ഹിഹി, ഹബീബായ തങ്ങൾ ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന ഈ സ്വഹാബിയുടെ മുഖത്ത് നിന്ന് വസ്ത്രം നീക്കുകയും വബദഅ യുഖബ്ബിലുഹു, നബി തങ്ങൾ അവരെ ഉമ്മ വച്ചു തുടങ്ങി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി പറയുന്നു, തഖൂലു ഉമ്മുനാ ആയിഷ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, വബകാ, ഹബീബായ തങ്ങൾ കരഞ്ഞു കരഞ്ഞു, ഹത്താ സാലത് ദുമൂഉഹു അലാ ഖദ്ദൈ ഉസ്മാൻ. ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ എന്ന ഹബീബിന്റെ പുതിയാപ്പിളയല്ല, ഉസ്മാൻ ഇബ്നു മദ്ഊൻ എന്ന് പറയുന്ന സ്വഹാബിയാണ്. ആ സ്വഹാബിയുടെ രണ്ട് കവിളിലൂടെയും ഹബീബിന്റെ കണ്ണിന്റെ കണ്ണുനീരുകൾ ഒലിച്ചിറങ്ങുന്നത് ഞങ്ങൾ അറിഞ്ഞു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ.
ഹബീബായ നബി തങ്ങൾ ഈ ഒരു മഹാനയല്ലാതെ മരണശേഷം ചുംബിച്ചത് വേറെയില്ല. ജന്നത്തുൽ ബഖീഇൽ ആദ്യമായി മറവ് ചെയ്യപ്പെടുന്ന സ്വഹാബിയാണിത്. ജന്നത്തുൽ ബഖീഇലെ ആദ്യത്തെ ഖബർ കുഴിക്കുന്നത് ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിന് വേണ്ടിയാണ്. ആ ആദ്യത്തെ മരണം ഹബീബിന്റെ സ്വഹാബികളിൽ നിന്ന് ജന്നത്തുൽ ബഖീഇലേക്ക് ആദ്യമായി മറവ് ചെയ്യപ്പെടാൻ പോകുന്ന സ്വഹാബിയുടെ ആ മരണം നടന്നതിൽ പിന്നെ ഹബീബ് കരഞ്ഞിട്ട് ആ മയ്യത്തിന്റെ കവിളിലൂടെ ഹബീബിന്റെ കണ്ണുനീർ ഒലിച്ചിറങ്ങി എന്ന് പറയുമ്പോ നമ്മൾ അറിയണം, കണ്ണുനീർ കണങ്ങളിലൂടെ തെളിയേണ്ടതാണ് നമ്മുടെ ഈമാൻ. അള്ളാഹു നമുക്ക് കരയാൻ കണ്ണ് തന്നില്ലെങ്കിൽ, കണ്ണുകൊണ്ട് കരച്ചിൽ വരുന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കണമത്രേ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഅ വമിൻ നഫ്സിൻ ലാ തശ്ബഅ വമിൻ ഐനിൻ ലാ തദ്മഅ വമിൻ ഖൽബിൻ ലാ യഖ്ശഅ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. 5 വിഷയങ്ങൾ അല്ലാഹുവേ ഞങ്ങൾക്ക് തരരുതേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കണമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാറുണ്ട്. അല്ലാഹുവിനോട് പറയണം, റബ്ബേ ഉപകാരപ്പെടാത്ത ഒരു ഇൽമും ഞങ്ങൾക്ക് നൽകരുതേ. എത്രയോ ആലിമീങ്ങൾ വഴിതെറ്റി പോകുന്നവരുണ്ട്, എത്രയോ മുതഅല്ലിമീങ്ങൾ ഇസ്തിഖാമത്ത് ലഭിക്കാതെ പോകുന്നവരുണ്ട്, എത്രയോ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ നേരായ വഴിയിൽ നിന്ന് വേർതിരിഞ്ഞു പോകുന്നവരുണ്ട്. അള്ളാഹുവേ ഉപകാരപ്പെടാത്ത ഇൽമു നൽകരുതേ എന്ന് ദുആ ചെയ്യാൻ പറഞ്ഞു. വമിൻ ഖൽബിൻ ലാ യഖ്ശഅ, നിന്നെ പേടിക്കാൻ തോന്നാത്ത ഹൃദയം തരല്ല റബ്ബേ. ഞങ്ങൾക്ക് ഖൽബ് നീ നൽകിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിന്നെ ഭയപ്പെടാൻ കഴിയണേ റബ്ബേ എന്ന് ചോദിക്കാൻ പറഞ്ഞു. വമിൻ നഫ്സിൻ ലാ തശ്ബഅ, എന്ത് കിട്ടിയാലും മതിവരാത്ത ആർത്തിയുള്ള ഒരു ശരീരം ഞങ്ങൾക്ക് തരരുതേ റബ്ബേ. എന്ത് കിട്ടിയാലും മതിവരാത്തൊരു ശരീരം, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാത്ത ഒരു ശരീരം ഞങ്ങൾക്ക് തന്നേക്കരുതേ എന്ന് അല്ലാഹുവിനോട് ചോദിക്കണം. പിന്നെ പറഞ്ഞു, വമിൻ ഐനിൻ ലാ തദ്മഅ, കരയാൻ കഴിയാത്ത കണ്ണും ഞങ്ങൾക്ക് വേണ്ട റബ്ബേ. അല്ലാഹുവിനോട് ദുആ ഇറക്കണമത്രേ. വമിൻ ഐനിൻ ലാ തദ്മഅ, കരയാൻ കഴിയാത്ത കണ്ണും ഞങ്ങൾക്ക് വേണ്ട റബ്ബേ. വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ, ദുആക്ക് ഉത്തരമില്ലാതെ പോകുന്ന ഒരു ദുആവും ഞങ്ങൾക്ക് വേണ്ട റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബത്തിന്റെയും സജ്ജനങ്ങളുടെയും ജീവിതങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. എന്തിനാണ് അവരൊക്കെ കരഞ്ഞത്? എന്താണ് അവരെ കരയിപ്പിച്ചത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ ഉഖബത്ത് ഇബ്നു ആമിർ എന്ന സ്വഹാബി വന്ന് ചോദിക്കുന്നു. ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഖലീഫയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഴയെ തേടി പുറത്തിറങ്ങി വന്ന് ആ കൊടും വെയിലിൽ നിന്ന് കുത്തിച്ചൊരിയുന്ന മഴയ്ക്ക് വേണ്ടി ചോദിച്ചു ചോദ്യത്തിന് ഉത്തരം അല്ലാഹു നൽകുന്നതിന്റെ മുമ്പ് എരിപരി കൊള്ളുന്ന വെയിലിൽ നിന്ന് ഒരൽപ്പം ആശ്വാസത്തിന് കുടിക്കാൻ വെള്ളം കൊടുത്തു. അതിൽ തേൻ കലർത്തിയിട്ടുണ്ടായിരുന്നു. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വായയിലേക്ക് കുടിക്കാൻ കൊണ്ടുപോകുമ്പോൾ ബക്കാ, മഹാനവറുകൾ കരഞ്ഞു. വബക്കാ വഅബ്കാ മൻ ഹൗലഹു, കരഞ്ഞ് കരഞ്ഞ് കൂടെയുള്ള മുഴുവൻ ആളുകളും കരയാൻ തുടങ്ങി. ആ വെള്ളം കുടിച്ചില്ല. എല്ലാവരും മിണ്ടാതെ നിന്നപ്പോഴും എന്നവർ കരയുകയാണ്. കൂടെയുള്ള സ്വഹാബിമാരും കൂട്ടക്കരച്ചിലായി. അവര് ശാന്തരായപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു നേരം കഴിഞ്ഞപ്പോ ശാന്തനായി നിന്നു. മഹാനവറുകളോട് ചോദിച്ചു, അല്ലദീ അബ്കാക് യാ ഖലീഫത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതിനിധിയായവരെ, അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കപ്പെടുന്ന ആ പ്രയോഗം ഉമർ തങ്ങളുടെ കാലം മുതലാണ്. സിദ്ദീഖ് എന്നവരെ ഖലീഫത്ത് റസൂലില്ലാഹ് എന്നാണ് വിളിക്കുക. യാ ഖലീഫത്ത് റസൂലില്ലാഹ് മല്ലദീ അബ്കാക്, എന്തിനാ നിങ്ങൾ ഈ കരച്ചിൽ കരഞ്ഞത്? ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ നേരത്തെ എന്തിനാണ് ഈ കരച്ചിൽ? ഈ കണ്ണുനീരെന്തിനായിരുന്നു? ഞങ്ങളൊക്കെ കൂടെ കരഞ്ഞു.
ഹൈ. അല്ലാഹുവേ നീയാണ് ദാരിദ്ര്യം നൽകുന്നത്. ഫഖീരി ഭി അതാ തേരി ഷഹിൻഷാഹി തെരി ബഖ്ഷിഷ്. രാജാധികാരം നൽകുന്നതും നിന്റെ ദാനമാണ്, ദാരിദ്ര്യം നൽകുന്നതും നിന്റെ ദാനമാണ്. മഷിയത്ത് കാ സഭീ കോ അപ്നി തോ ജൽവാ ദിഖാതാ ഹൈ. ഓരോരുത്തരുടെയും മനസ്സിന്റെ നീയത്തിനനുസരിച്ച് പ്രകാശം നൽകുന്നവനെ അല്ലാഹുവേ. കഭീ തൂ ഇംതിഹാൻ ലേതാ ഹൈ തംഗി ദേഖെ ബന്ദോं का. कभी तू ऐश में भी दोस्तों को आजमाता है. ജീവിതത്തിൽ സങ്കുചിതത്വം നൽകിയിട്ട് സ്വന്തം ഇഷ്ടജനങ്ങളെ പോലും അല്ലാഹുവേ നീ പരീക്ഷിക്കുന്നുണ്ടല്ലോ. അച്ഛാ കീ തെരി കോയി ഹദ് നഹീ മേരെ മൗലാ. അച്ഛാ കീ തെരി കോയി ഹദ് നഹീ മേരെ മൗലാ. तेरे नासिर तेरे फजलो करम से मुस्कुराता है. അല്ലാഹുവേ നിന്റെ അനുഗ്രഹങ്ങൾക്ക് അതിരുകളില്ലല്ലോ തമ്പുരാനെ. നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുകയും പറ്റിപ്പോയ തിന്മകളിൽ കരയുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് എന്നുമെന്നും നിന്റെ സഹായം നൽകണേ, കരുണ നൽകണേ എന്ന് കവി നാസിർ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുവേ 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 ഞങ്ങളുടെ കണ്ണുകൾക്ക് കരയാനും നാവുകൾക്ക് നിന്നോട് ശുക്ർ പറയാനും തൗഫീഖ് നൽകണേ തമ്പുരാനെ. മഹാന്മാരായ താബിഈങ്ങളുടെ കാലത്ത് കഴിഞ്ഞുപോയ പ്രഗൽഭനായ പണ്ഡിതനാണ് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. സുഹാഹു സിത്തയുടെ ഇമാമിയങ്ങളൊക്കെയും ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് മഹാനായ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ തങ്ങളുടെ റിവായത്തുകൾ കാണാൻ കഴിയും, സുഹാഹു സിത്തകളിൽ കാണാൻ കഴിയും. അത് ദുആക്ക് ഉത്തരമുണ്ടായിരുന്ന മഹാനാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. മഹാന്മാരായ തർജുമയുടെ പണ്ഡിതന്മാർ, തർജുമ എന്ന് പറഞ്ഞാൽ ബയോഗ്രഫി എന്നാണ്, ട്രാൻസ്ലേഷൻ അല്ല. ബയോഗ്രഫി പറയുന്ന, ബലാബലം നോക്കുന്ന, ഹദീസിന്റെ റാവിമാരെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്ന ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങളെ പോലെ, പിൻഗാമികൾക്ക് വന്നുപോയ ദഹബിയെ പോലെയുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഷെയ്ഖ് എന്ന് ആ കാലങ്ങളിൽ അറിയപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയ മഹാനാണ് മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ റഹ്മത്തുള്ളാഹി അലൈഹി. വീട്ടുകാര് കാണുമ്പോഴൊക്കെ ഈ മഹാൻ നിരന്തരം കരച്ചിലായിരുന്നു. എന്തെന്നില്ലാത്ത കരച്ചിൽ. എന്തിനാണ് കരയുന്നത് എന്നറിയില്ല. വീട്ടിലേക്ക് കയറിയാൽ പൊട്ടിക്കരച്ചിലാണ്. നമ്മൾ കരയാറുണ്ട് രോഗം വന്നു എന്നറിയുമ്പോ. അല്ലാഹു എല്ലാ രോഗികൾക്കും ശിഫ നൽകട്ടെ. മാരകങ്ങളായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങൾക്ക് കാവൽ നൽകണേ തമ്പുരാനെ. മുഹമ്മദ് അൽ മുൻകദിർ തങ്ങൾ എന്തിനാണ് കരയുന്നതെന്ന് ഇനിയുള്ള തന്റെ കൂട്ടുകാരന്റെ പരിശ്രമത്തിലൂടെ വീട്ടുകാർക്ക് കേൾക്കാൻ കഴിയുന്നു. എന്തിനാണ് ഈ കരച്ചിൽ? അവര് നേരെ ചെന്നു. മഹാനായ മുഹമ്മദ് അൽ മുൻകദിർ എന്നവരുടെ കൂട്ടുകാരനുണ്ട് സലമത്ത് ഇബ്നു ദീനാർ, അബൂ ഹാസിം എന്നറിയപ്പെടുന്ന മഹാനായ സലമത്ത് ഇബ്നു ദീനാർ തങ്ങളെ ചെന്ന് കണ്ടു. താബിഈയാൻ. ചോദിച്ചു, സലമാ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുമോ മുഹമ്മദ് അൽ മുൻകദിർ തങ്ങളോട് എന്തിനാണ് ഈ കരയുന്നത്? കണ്ണുനീരാണ് മുഅ്മിനേ നമ്മുടെ വിഷയം. കണ്ണുനീർ തുള്ളികളിൽ കണ്ണുനീർ കണങ്ങൾ കഥ പറയുന്നു എന്ന എത്രയോ സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ ചരിത്രങ്ങളിലൂടെ അവരുടെ ജീവിതത്തിന്റെ കഥനമാണിത്. കരയുന്നു എന്തിനാണ്? ഈ കരച്ചിലിന്റെ കഥ എന്താണ്? മഹാനായ സലമത്ത് ഇബ്നു ദീനാർ തങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ കൂട്ടുകാരൻ മുഹമ്മദ് ഇബ്നുൽ മുൻകദിർ എന്തിനാണ് കരയുന്നത്? നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുമോ? അങ്ങനെ അടുത്തിരുന്ന് വന്ന് ചോദിച്ചു, മല്ലദീ അബ്കാക യാ അഖീ, എന്തിനാ മുഹമ്മദ് ഇബ്നു മുൻകദിറേ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? മറുപടി വരുന്നു, ഖറഅതു ഖൗലല്ലാഹി തആല, അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ സൂറത്തു സുമറിൽ, وَبَدَا لَهُم مِّنَ اللَّهِ مَا لَمْ يَكُونُوا يَحْتَسِبُونَ. അല്ലാഹുവേ ഇത് പേടി വരുന്ന ആയത്താണ്. وَبَدَا لَهُم مِّنَ اللَّهِ مَا لَمْ يَكُونُوا يَحْتَسِبُونَ.
നാളെ രക്ഷപ്പെടുമെന്നൊക്കെ വിചാരിച്ചു ചെന്നിട്ട്, നാളെ സ്വർഗം കിട്ടുമെന്നൊക്കെ വിചാരിച്ചു ചെന്നിട്ട് അവരൊരിക്കലും വിചാരിക്കാത്തതാണ് അള്ളാഹു അവർക്ക് കൊടുക്കുന്നത് നരകമായിരിക്കും എന്ന് ചില വിഭാഗം ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞ ആയത്ത് മുഹമ്മദുൽ മുൻകദിർ തങ്ങൾ പറയുന്നു, സലമത്ത് ബിൻ ദീനാറേ, ഞാനും നിങ്ങളും രക്ഷപ്പെടുമെന്നല്ലേ വിചാരിക്കുന്നത്? ഞാനും നിങ്ങളും സ്വർഗവാസികളാണെന്നല്ലേ പറയുന്നത്? അങ്ങനെയല്ലേ നമ്മുടെയൊക്കെ വിചാരം? നാളെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുകയും മുഹമ്മദ് ബിൻ മുൻകദിറെ, സലമത്ത് ബിൻ ദീനാറെ, നിങ്ങൾ ഈ ചെയ്തതൊക്കെ എനിക്ക് വേണ്ടിയായിരുന്നോ? നിങ്ങളുടെ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടായിരുന്നോ എന്ന് അള്ളാഹു നമ്മളോട് ചോദിക്കുകയും നമ്മളൊക്കെ സ്വർഗത്തിലേക്ക് പോകുമെന്ന് കരുതി ചെല്ലുമ്പോ വബദാലഹും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്ന് അവർക്ക് കാണാൻ കഴിയുന്നത് മാലം യകൂനു യഹ്തസിബൂൻ, ഒരിക്കലും വിചാരിക്കാത്ത സംഗതികളാണ് എന്ന് അള്ളാഹു പറയുന്നത് നമ്മളെ പറ്റിയാണോ എന്ന് ആലോചിച്ചുകൊണ്ട് കരയുകയാണെന്ന് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങൾ പറഞ്ഞപ്പോ കൂട്ടുകാരൻ സലമത്ത് ബിൻ ദീനാർ അതിലേറെ പൊട്ടിക്കരയാൻ തുടങ്ങി. അത് കണ്ടപ്പോ മുഹമ്മദ് ബിൻ മുൻകദിർ വീണ്ടും കരയാൻ തുടങ്ങി. കൂട്ടുകാര് പറഞ്ഞു, സലമാ, ഞങ്ങളുടെ പിതാവിന്റെ കരച്ചിലൊന്നടക്കാൻ വേണ്ടി നിങ്ങളെ സമാധാനിപ്പിക്കാൻ വിളിച്ചതല്ലേ, നിങ്ങൾ അവരെ വീണ്ടും കരയിപ്പിക്കുകയാണോ ചെയ്തത് എന്ന് മഹാനായ സലമത്ത് ബിൻ ദീനാർ തങ്ങളും കൂടെ കരയാൻ തുടങ്ങി. അല്ലാഹുവിന്റെ കലാമിലെ സൂറത്തു സുമറിലെ 47-ാമത്തെ ആയത്ത് കേട്ടപ്പോ എന്റെ മുഅ്മിനെ, നമ്മുടെ ഖൽബുകളിൽ ഇതുകൊണ്ട് പ്രകമ്പനം പേടിയും തോന്നുന്നില്ലെങ്കിൽ നമ്മുടെ ഈമാനിന്റെ പ്രശ്നമുണ്ട്. നമുക്കതൊരു ഇളക്കം തട്ടുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ എവിടെയോ വിടവ് സംഭവിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ, അല്ലാഹുമ്മ അത്മിം ലനാ നൂറനാ, അല്ലാഹുമ്മ അത്മിം ലനാ ഈമാനനാ, ഈമാൻ ഞങ്ങൾക്ക് പൂർത്തിയാക്കി തരണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ട് കരഞ്ഞുപോയ പ്രഗൽഭനായ താബിഈയാണ് ഇബ്നു മസ്ഊദ് എന്നവരുടെ ശിഷ്യനായ മഹാനായ റബീഅ് ബിൻ ഹുസൈം റളിയല്ലാഹു അൻഹു. വല്ലാതെ കരഞ്ഞിരുന്ന താബിഈയാണ്. വല്ലാത്ത കരച്ചിൽ. എന്തിനാണ് കരച്ചിലെന്ന് ചോദിച്ചപ്പോഴാണ്, രാത്രികാലം മുഴുവനും നിന്ന് കരഞ്ഞ കരച്ചിൽ എന്തിനായിരുന്നുവെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഞാൻ ഓതി നോക്കി. തലൗതു ഖൗലല്ലാഹ്, അല്ലാഹു പറയുന്നുവല്ലോ, അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആതി അൻ നജഅലഹും أم حسب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أم حسب الذين اجترحوا السيئات أم حسب الذين اجترحوا السيئات أن نجعلهم كالذين آمنوا وعملوا الصالحات سواء محياهم ومماتهم ساء ما كانوا يحكمون. അല്ലാഹു പറഞ്ഞെടുത്ത് പോകരുതെന്ന് പറഞ്ഞെടുത്ത് പോവുകയും അല്ലാഹു വായിലൂടെ തിന്നരുത് കുടിക്കരുത് എന്ന് പറഞ്ഞ സാധനങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്തവരെ, അല്ലാഹു അരുതെന്ന് പറഞ്ഞ ബിസിനസ്സുകൾ, ഹറാമുകളിലേക്ക് പോയ ആളുകളെ, അല്ലാഹു പാപങ്ങളിലേക്ക് പോകരുതെന്ന് പറഞ്ഞിടത്തേക്ക് പോയവരെ, അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആത് അൻ നജഅലഹും കല്ലദീന ആമനൂ വഅമിലു സ്സാലിഹാത്ത് സവാഉം മഹ്യാഹും വമമാതുഹും സാഅ മാ കാനൂ യഹ്കുമൂൻ. സൂറത്തുൽ ജാസിയ. പാപം ചെയ്ത ആളുകളും സജ്ജനങ്ങളും ഒരുപോലെയാണെന്ന് അവരെ വിചാരിക്കുന്നുണ്ടോ? മഹാനായ ഇബ്നു മസ്ഊദ് തങ്ങളുടെ പ്രിയപ്പെട്ട ശിഷ്യനാണിത്. മഹാനായ ഇബ്നു മസ്ഊദ് എന്നവര് ഈ ശിഷ്യനെ കാണുമ്പോൾ പറയുമായിരുന്നു, യാ റബീഅ് ബിൻ ഹുസൈം, റബീഅ ലൗ റആക റസൂലുള്ളാഹ്
അല്ലാഹുവിന്റെ റസൂലെങ്ങാനും റബീഅ നിങ്ങളെ കാണുമായിരുന്നുവെങ്കിൽ ലഅഹബ്ബക, ഹബീബായ നബി തങ്ങൾ നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു എന്ന് മഹാനായ റബീഅ തങ്ങളോട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു. ഇതിനെക്കുറിച്ചൊക്കെ പ്രഗൽഭരായ പണ്ഡിതന്മാർ പറയുന്നത് ഹാദിഹി മൻഖബത്തുൻ അദീമ, ഇതുപോലെ ഒരു സ്ഥാനം മുത്തുനബി തങ്ങൾ കണ്ടാൽ നിങ്ങളെ ഇഷ്ടപ്പെടുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് എന്ന സ്വഹാബി തന്റെ ശിഷ്യനായ റബീഅ തങ്ങളോട് പറയുമായിരുന്നു. റബീഅ ഇബ്നു ഖുസൈം, ആ മഹാൻ കരയാൻ കരഞ്ഞ് ഒരു രാവ് മുഴുവനും കരഞ്ഞിരുന്നത് അല്ലാഹു പാപികളായ ആളുകളെ കുറിച്ച് പറയുന്നൊരു ഭാഗം ഓർത്തുകൊണ്ടാണ്. തിന്മ ചെയ്ത ആളുകൾ നന്മ ചെയ്തവരെ പോലെയാണോ? തിന്മ ചെയ്തവരുടെ ജീവിതവും മരണവും നന്മ ചെയ്തവരെ പോലെയാണോ? നിങ്ങൾ പറയുന്നത്, നിങ്ങൾ വിധി പറയുന്നത് എത്ര മോശമാണ്. പാപികളും നന്മ ചെയ്തവരും ഒരുപോലെയാണോ എന്ന ഈ ഒരു ആയത്തിനെ കുറിച്ചോർത്ത് കരയുകയായിരുന്നു മഹാനായ റബീഅ ഇബ്നു ഖുസൈം റളിയല്ലാഹു അൻഹു. അല്ലാഹുവേ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ ശുദ്ധിയാക്കി തരണേ തമ്പുരാനെ. പടച്ചവനെ, ഞങ്ങളുടെ കൽബുകൾക്ക് നിന്നെ ഭയപ്പെടാനുള്ള ഒരു ഭാഗ്യം നൽകണേ റബ്ബേ. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹുവിന്റെ മജ്ലിസ്. സൽമാൻ ഫാരിസി എന്നവർ രോഗശയ്യയിലാണ്, അസുഖമായി കിടക്കുകയാണ്. ആരാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്നറിയണം? സൽമാനുൽ ഖൈർ. സൽമാനുൽ ഖൈർ സ്വഹാബികളിൽ ഒരുപാട് ആയുസ്സുണ്ടായിരുന്ന സ്വഹാബിയാണിത്. സൽമാൻ റളിയല്ലാഹു അൻഹു, പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു. അബിൽ ഇസ്ലാമു ലാ അബലി സിവാഹു, അബിൽ ഇസ്ലാമു ലാ അബലി സിവാഹു ഇദാ ഇഫ്തഖറൂ ബിഖൈസിൻ ഔ ഹിലാലി. എന്റെ പിതാവ് ഇസ്ലാമാണെന്ന് പറയുമായിരുന്ന സൽമാൻ തങ്ങൾ. പിതാവ് തീ ആരാധകനാണ്, മജൂസിയാണ്. ആ മജൂസിയായ പിതാവിലേക്ക് തന്റെ പിതൃത്വം ചേർത്ത് പറയാൻ ഇഷ്ടപ്പെടാതെ എന്റെ പിതാവ് ഇസ്ലാമാണെന്ന് പറയുമായിരുന്ന ഓരോരുത്തരും അവനവന്റെ വാപ്പമാര് വെച്ച് അഭിമാനം പറയുകയാണെങ്കിൽ ഞാൻ അഭിമാനം പറയുന്നു എന്റെ പിതാവ് ഇസ്ലാമാണ് എന്ന് പറഞ്ഞ സ്വഹാബി സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയെ കാണാൻ ചെല്ലുന്നത് ആരെന്നറിയോ? മഹാനായ മുസ്തജാബു ദഅവയായ സ്വഹാബി, ദുആക്ക് ഉത്തരമുണ്ടായിരുന്ന സ്വഹാബി സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. മല്ലഹു ഖാലുൻ കഖാലി, എനിക്ക് അമ്മാവനുണ്ട് സഅദ്, എന്റെ അമ്മാവനെ പോലെ ആർക്കാണ് ഒരു അമ്മാവനുള്ളത് ഒന്ന് കാണിച്ചു തരുമോ? ഫഅരിനി ഖാലഹു, എന്റെ അമ്മാവന് തുല്യനായ ഒരമ്മാവനുള്ളവന് കൊണ്ടുവാ എന്ന് ഹബീബായ നബി തങ്ങൾ അഭിമാനം പറഞ്ഞിരുന്ന സ്വഹാബിയാണ് സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. സഅദ് എന്നവർ രോഗിയായി കിടക്കുന്ന സൽമാനുൽ ഫാരിസി തങ്ങളെ കാണാൻ വന്നപ്പോ ബദഅ സൽമാനു യബ്കി, ഒരുപാട് ആളുകൾ സന്ദർശകർ വന്നിരിക്കാം. ഗുരുതരമായ അസുഖത്തിലാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. സൽമാൻ എന്നവർ കരയാൻ തുടങ്ങി. സഅദ് തങ്ങൾ ചോദിച്ചു, സൽമാനെ, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഈ കണ്ണുനീർ പറയുന്ന കഥ എന്താണ് സൽമാനെ നിങ്ങൾക്ക് പറയാനുള്ളത്? അലൈസ ഖദ് സ്വഹിബ്ത റസൂലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയല്ലയോ? നിങ്ങൾ ഹബീബിന്റെ കൂടെ ഖന്തക്കിൽ ചെന്നവരല്ലേ? ഹബീബിനോട് കിടങ്ങ് കുഴിക്കാൻ പറഞ്ഞു കൊടുത്തവരല്ലേ? നിങ്ങളെ കുറിച്ചല്ല സൽമാനെ ഹബീബ് പറഞ്ഞത്. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ ഞങ്ങൾ പ്രവാചക കുടുംബത്തിൽ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ആളാണ് എന്ന്. ആ സൽമാനെ നിങ്ങൾ കരയണോ എന്ന് ചോദിച്ചപ്പോ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്: വല്ലാഹി മാ അബ്കി ലിവാഹിദിൻ മിൻ ഇത്നൈൻ, ഞാൻ കരയാനുള്ള കാരണം ഇനി പറയുന്ന രണ്ട് വിഷയങ്ങളല്ല. ഞാൻ കരയാനുള്ള കാരണം മാ അബ്കി ദൗമൻ അല ദുനിയാ,
പൈസ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലല്ലോ, എന്റെ മക്കൾ വൃഥാവിലാകുമല്ലോ, മക്കൾക്ക് വരുമാനം ഉണ്ടാക്കിയില്ലല്ലോ. അതൊന്നുമല്ല സഅദേ ഞാൻ കരയാൻ കാരണം. വലാ അബ്കി സുഹദൻ ഫിൽ ആഖിറ, പരലോകത്തിന് വേണ്ടി എല്ലാം ത്യജിക്കാൻ കഴിഞ്ഞു എന്നാലോചിച്ചുകൊണ്ടുമല്ല ഞാൻ കരയുന്നത്. പിന്നെയോ വഇന്നമാ അഹിദ ഇലൈനാ റസൂലുള്ളാഹ്. സഅദേ ഓർമ്മയുണ്ടോ നബിതങ്ങൾ നമ്മളോടൊരു കരാറ് ചെയ്തത്, നമ്മളോടൊരു വാക്കുവാൽ പാലിച്ചത് നബിതങ്ങൾ നമ്മളോടൊരു വാക്ക് തന്നിരുന്നു. സൽമാൻ തങ്ങൾ പറയുന്നു, സഅദേ ഓർമ്മയുണ്ടോ ഹബീബായ നബിതങ്ങൾ നമ്മളോടൊരു കരാറ് പറഞ്ഞത്? എന്താ സൽമാനെ ആ കരാർ? എനിക്ക് ഓർമ്മയില്ല, ഒന്ന് പറഞ്ഞു തരൂ. സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ആണിത്. അഹിദ ഇലയ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യകൂന സാദു അഹദിനാ ഫിദ് ദുനിയാ കസാദിർ റാകിബ്. ഈ ലോകത്ത് ജീവിക്കുമ്പോ ബസ്സിൽ യാത്ര പോകുന്ന ഒരാൾ, ഒരു യാത്രക്ക് പോകുന്ന ഒരാൾ, ട്രെയിനിലോ ഫ്ലൈറ്റിലോ യാത്ര പോകുന്ന ഒരാൾ, ഒരു യാത്രക്കാരൻ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പോകുമ്പോ അതിനുവേണ്ടി കയ്യിൽ കരുതുന്ന ഒരു ലഗേജ് പോലെ, ഒരു ഹാൻഡ് ബാഗ് പോലെയല്ലാതെ ഈ ലോകത്തിന്റെ ആഡംബരങ്ങൾ നമുക്ക് പാടില്ല എന്ന് നിബിധങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നില്ലേ? അത് ഞാൻ മറികടന്നു പോയോ എന്ന് പേടിക്കുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അത് കേട്ടപ്പോ സഅദ് റളിയല്ലാഹു അൻഹും കൂടെയുള്ള ആളുകളും ഒരുമിച്ച് കരയാൻ തുടങ്ങി. സൽമാനുൽ ഫാരിസി തങ്ങൾ ബാക്കി വെച്ചുപോയ സമ്പത്തിന്റെ മൂല്യം എത്രയാണെന്നറിയുമോ? 40 ദിർഹമൻ, 40 ദിർഹമായിരുന്നുവത്രേ. ആ സൽമാൻ തങ്ങളുടെ അനന്തര സ്വത്തിന് 20 ദീനാറും, 20 ദിർഹം, ദീനാറല്ല 20 വെള്ളി നാണയം. മഹാനായ സൽമാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ 20 ദിർഹമും, അങ്ങനെ 40 ദിർഹമിന്റെ സാധനമേ വീട്ടിലുള്ളൂ. എന്നിട്ടാണ് സൽമാൻ എന്നവർ കരയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് ഇത്രയൊന്നും പാടില്ലെന്ന് നമ്മളോട് പറഞ്ഞിരുന്നല്ലോ, നമ്മൾ ആ വാക്ക് മറികടന്നോ എന്ന് പേടിക്കുകയാണ് സഅദേ എന്ന് പറഞ്ഞ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. നമ്മൾ കരയുന്നുണ്ട് സമ്പത്തില്ലാത്തതിന്റെ പേരിൽ, നമ്മൾ കരയുന്നുണ്ട് പൈസ ഇല്ലാത്തതിന്റെ പേരിൽ. പൈസ ഉള്ളത് കൂടിപ്പോയോ എന്ന് പേടിക്കുന്ന ആരെന്നറിയുമോ? അനന്തര സ്വത്ത് മുഴുവൻ 40 ദിർഹമല്ലാതെ മറ്റൊന്നും വിലമതിക്കാനില്ലാത്ത സമ്പാദ്യമെന്ന ലളിതമായ ജീവിതം നയിച്ച സൽമാൻ തങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഹദീസിനെ നമ്മൾ മറികടന്നോ എന്ന് പേടിച്ചു കരയുകയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അൻഹു. മഹാനായ സൽമാൻ എന്നവർ പറയുന്ന മഹത്തായ ചില വചനങ്ങളുണ്ട്. 3 കാര്യങ്ങൾ ഓർത്തപ്പോഴാണ് ഞാൻ ചിരിച്ചത്, 3 കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് എനിക്ക് കരച്ചിൽ വരുന്നതെന്ന് സൽമാൻ തങ്ങൾ പറയുമായിരുന്നു. അദ്ഹകനി സലാസുൻ വഅബ്കാനി സലാസ്. 3 വിഷയങ്ങൾ ഇത് വളരെ ഹിക്മത്താണ്. സ്വഹാബിമാർ തത്വജ്ഞാനികളാണ്. സ്വഹാബിമാർ ഹബീബായ നബി തങ്ങളുടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുഖത്ത് നിന്ന് നുബുവത്തിന്റെ വെളിച്ചത്തിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് അവര് പറയുന്ന വാക്കുകൾ ഹിക്മത്തുകളാണ്. വമൻ യുഅ്തൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. അല്ലാഹു തത്വജ്ഞാനം നൽകുന്ന ആളുകൾ ഒരുപാട് നന്മ ലഭിച്ച ആളുകളാണ്. സൽമാൻ തങ്ങൾ പറയുമായിരുന്നു, അദ്ഹകനി സലാസ് വഅബ്കാനി സലാസ്. 3 കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് ഞാൻ ചിരിച്ചത്, 3 കാര്യങ്ങൾ ഓർക്കുമ്പോഴാണ് ഞാൻ കരഞ്ഞത്. എന്നെ ചിരിപ്പിച്ചത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. സത്യവിശ്വാസികളെ, നമ്മുടെ ജീവിതങ്ങളിലൊക്കെ നാമുമായി ബന്ധപ്പെട്ടത്, നമ്മുടെ ജീവിതവുമായി അഭേദ്യമായ ബന്ധമുള്ള 6 വിഷയങ്ങളാണ് പറയാൻ പോകുന്നത്. 3 കാര്യങ്ങൾ ഓർത്തപ്പോൾ ഞാൻ ചിരിച്ചു, 3 കാര്യങ്ങൾ ഓർക്കുമ്പോൾ ഞാൻ കരയുന്നുവെന്ന് സൽമാനുൽ ഫാരിസി ഇബ്നുൽ ഇസ്ലാം റളിയല്ലാഹു തആല അൻഹു. ഞാൻ ചിരിച്ചു 3 കാര്യങ്ങൾ ഓർത്തപ്പോ. ഗാഫിലുൻ വല്ലാഹു ലാ യഗ്ഫലു അൻ. ആളുകൾ അശ്രദ്ധരായി ഇങ്ങനെ നടക്കുകയാണ്. പരലോകത്തെക്കുറിച്ചൊരു ചിന്തയില്ലാതെ മരണവും മരണാനന്തരമൊക്കെ വിഷയങ്ങളൊക്കെ ചർച്ച നടക്കുന്നുണ്ട്. നമ്മൾ ആരെങ്കിലും ശരിക്കും നമ്മളുടെ ശരീരം താഴെ വെച്ചുകെട്ടി ശരീരം മുഴുവനും വെള്ള വസ്ത്രം കൊണ്ട് നമ്മളെ പൊതിഞ്ഞു കൊണ്ടുപോകുന്ന മരണം നമ്മൾ ശരിക്കൊന്ന് മനസ്സ് വെച്ച് ആലോചിച്ചിട്ടുണ്ടോ?
ഗാഫിലുൻ വല്ലാഹു ലാ യഗ്ഫലു അൻ. എന്നെ ചിരിപ്പിച്ചത് അശ്രദ്ധനായി നടക്കുന്ന ഒരു മനുഷ്യനാണ്. അള്ളാഹു അവനിൽ നിന്ന് അശ്രദ്ധയിലല്ല, അള്ളാഹു അവനെ ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്, പക്ഷേ അവൻ അശ്രദ്ധയിലാണ്. അത്തരം ആളുകൾ എന്നെ ചിരിപ്പിച്ചു എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. വമുഅമ്മിലുദ് ദുനിയാ വൽ മൗതു യത്ലുബുഹു. പൈസയുണ്ടാക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ആളുകൾ എന്നെ ചിരിപ്പിച്ചിട്ടുണ്ട്. വൽ മൗതു യത്ലുബുഹു. ആ മനുഷ്യന്റെ പിന്നാലെ മരണമുണ്ട്. ഇങ്ങോട്ട് വാ, തിരിച്ചു പോ, മണ്ണിനുള്ളിലേക്ക് വാ എന്ന് മനുഷ്യനെ വിളിക്കുന്ന മരണം പിന്നിലുണ്ട്. എന്നിട്ടും ഈ ലോകത്ത് അള്ളാഹു നൽകുന്ന സമ്പാദ്യം കൊണ്ട് പടച്ച അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കാനോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനോ അല്ല, സമ്പത്ത് വാരിക്കൂട്ടാനുള്ള ലക്ഷ്യം വെച്ചിട്ട് ബിസിനസ്സും കച്ചവടവും ജോലിയുമായി പൈസയുണ്ടാക്കണമെന്ന ആർത്തിയിൽ നടക്കുന്ന മനുഷ്യൻ വൽ മൗതു യത്ലുബുഹു. മരണം അവന്റെ പിന്നാലെയുണ്ട് എന്നറിയാതെ സമ്പത്തിന്റെ പിന്നാലെ ഓടുന്നവൻ എന്നെ ചിരിപ്പിച്ചു എന്ന് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മൂന്നാമത്തേത് വലാഹികുൻ മിൽഉ ഫീഹി വലാ യഅലമു അസ്സാഖിതുൻ അലൈഹി റബ്ബുൽ ആലമീൻ. വായ നിറയെ ചിരിക്കുന്ന ആണും പെണ്ണും വായ നിറയെ ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ്. അള്ളാഹു അവനോട് ദേഷ്യത്തിലാണോ ആ പെണ്ണിനോട് ദേഷ്യത്തിലാണോ എന്നറിയാതെ, അള്ളാഹുവിന്റെ കോപമുണ്ടോ എന്ന തോന്നൽ പോലുമില്ലാതെ വായ നിറച്ച് പൊട്ടിച്ചിരിക്കുന്നവൻ എന്നെ ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു എന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഇനി പറയുന്നു വതലാസുൻ അബ്കാനി. 3 കാര്യങ്ങളാണ് എന്നെ കരയിപ്പിച്ചത്. അത് നമ്മളെ കരയിപ്പിക്കണം. ഫിറാഖുൽ അഹിബ്ബാ മുഹമ്മദിൻ വസ്വഹ്ബി. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ. ഫിറാഖുൽ അഹിബ്ബ. അല്ലാഹുവിന്റെ റസൂല് മരിച്ചുപോയല്ലോ, ഹബീബിന്റെ സ്വഹാബിമാർ മരിച്ചുപോയല്ലോ. അതോർക്കുമ്പോൾ എന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരടങ്ങുന്നില്ല എന്ന് സൽമാൻ റളിയല്ലാഹു അൻഹു. വഹൗലുൽ മത്ലഇ ഇൻദ മുആയനതി മലക്കിൽ മൗത്ത്. മരണം വരുന്ന നേരത്ത് റൂഹിനെ പിടിക്കാൻ വരുന്ന മാലാഖയെ കണ്ണുകൊണ്ട് കാണുന്ന നേരത്ത്, കണ്ണുകൊണ്ട് മാലാഖയെ റൂഹിനെ പിടിക്കാൻ വരുന്ന മലക്കിനെ കണ്ണുകൊണ്ട് കാണുന്ന നേരത്തെ ആ ഭയപ്പാടോർക്കുമ്പോൾ എനിക്ക് കരച്ചിൽ വരുന്നു. വൽ വുഖൂഫു ബൈന യദയില്ലാഹ്. നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്ന് നിൽക്കണമല്ലോ. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കയ്യും കെട്ടി നിൽക്കുന്ന നേരത്ത് ഇലൽ ജന്നതി അം ഇലൻ നാർ. അല്ലാഹു എന്നെ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ പറഞ്ഞേക്കുന്നത് എന്നറിയാതെ അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കുന്ന ആ നൃത്തം ഓർക്കുമ്പോൾ, ആ വല്ലാത്ത രംഗമോർക്കുമ്പോൾ ഞാൻ കരയുകയാണ് എന്ന് 3 രംഗങ്ങൾ എന്നെ കരയിപ്പിച്ചുവെന്ന് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രംഗങ്ങളെ ഓർത്ത് നമ്മൾക്ക് കരയാനുള്ള അവസരം നൽകട്ടെ. പടച്ചവനെ കുറിച്ച് ഓർത്ത് കരയുന്നവർ അല്ലാഹു അർശിന്റെ തണൽ കൊടുക്കുന്ന 7 വിഭാഗങ്ങളിൽ ഒരാൾ സബ്അത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫീ ദുല്ലി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. കാരുണ്യവാന്റെ തണലല്ലാതെ മറ്റൊരു തണലുമില്ലാത്ത നേരത്ത് 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ വിരിക്കുമെന്ന് റഹ്മാനായ റബ്ബ് പറയുന്നതിൽ ഒരു വിഭാഗം വമൻ ദാകറ റബ്ബൽ മുഹൈമിന ഖാലിയാ ഫവഫാളത് ബിഹി ഐനാഹു ഒറ്റക്കിരുന്നിട്ട് കരയുന്ന ആളുകളാണത്രേ അള്ളാഹുവിനെ പേടിച്ചിട്ട്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ഒറ്റക്കിരിക്കുമ്പോൾ കരച്ചിൽ വരുന്ന ആളുകൾ. ഒറ്റക്കിരിക്കുമ്പോൾ കരച്ചിൽ വരുന്ന ആളുകൾക്ക് നാളെ അർശിന്റെ തണലുണ്ടെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബൂ അയ്യൂബ് സഖ്സിയാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹദീസ് റിപ്പോർട്ട് ചെയ്ത പ്രഗൽഭനായ മഹാൻ
അബൂ അയ്യൂബ് സഖ്തിയാനി തങ്ങൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, 2 ഹജ്ജ്. അവസാന ഹജ്ജ് നടക്കുമ്പോ പരിശുദ്ധമായ സംസം കിണറിന്റെ അരികത്ത് വന്ന് മഹാനായ അബൂ അയ്യൂബ് സഖ്തിയാനി തങ്ങളിരുന്നു. എന്നിട്ട് അവിടെ ഇരുന്ന് ഒരുപാട് കരയാൻ തുടങ്ങി. എന്തിനാണ് കരയുന്നതെന്ന് തന്റെ കൂട്ടുകാരനായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു, മദീനയുടെ ആലിം, ഇമാമു ദാരിൽ ഹിജ്റ, മുവത്തയുടെ മുസന്നിഫായ മാലികി മദ്ഹബിന്റെ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു വന്നിട്ട് അബൂ അയ്യൂബ് സഖ്തിയാനി നിങ്ങൾ കരയല്ലേ എന്ന് സമാധാനിപ്പിക്കുമ്പോ അവര് പറയും, ദകർത്തുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സംസം കാണുമ്പോ, പരിശുദ്ധമായ കഅബാലയം കാണുമ്പോ, ഹജറുൽ അസ്വദ് കാണുമ്പോ, ഇതിലൂടെ നടന്നുപോയ, ഈ വെള്ളം കോരി കുടിച്ച ആ കറുത്ത കല്ലിൽ മുത്തിയ ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എനിക്ക് ഓർമ്മ വരികയാണ്. കഅബം കാണുമ്പോൾ, മസാഫ് കാണുമ്പോ, മുത്തുനബി തങ്ങൾ നടന്നുപോയ വഴിയല്ലേ ഇത്? ഹബീബായ നബി തങ്ങൾ തവാഫ് ചെയ്ത ഇടമല്ലേ ഇത്? ഹബീബ് കുടിച്ച സംസമല്ലേ ഇതെന്ന് എനിക്ക് സംസം കാണുമ്പോൾ ഹബീബിനെ ഓർമ്മ വരുന്നു. അങ്ങനെ കരയുകയാണെന്ന് മഹാനായ അയ്യൂബ് സഖ്തിയാനി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിശുദ്ധങ്ങളായ ഹറം കാണാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് ഒരുപാട് നൽകട്ടെ. ഹബീബായ നബിയുടെ റൗളയിൽ ചെല്ലണം. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അരികത്തൂടെ കടന്നു പോകുമ്പോൾ ഹബീബിന്റെ റൗള കാണുമ്പോഴേക്കും പൊട്ടിക്കരയും. ഹബീബിന്റെ റൗള കാണുമ്പോൾ കരയാതിരിക്കാൻ മുഅ്മിനിന് കഴിയില്ലല്ലോ. ആരാണ് അവിടെ കിടക്കുന്നത്? ലോകത്തിന്റെ ഗുരുവല്ലേ? അല്ലാഹുവിന്റെ സൂര്യജ്യോതിസ് പോലെ തിളങ്ങുന്ന നുബുവത്തിന്റെ വെളിച്ചമല്ലേ ഹബീബുനാ റസൂലുള്ളാഹ്. ഈ ഉമ്മത്തിനെ നോക്കിയിരിക്കുകയല്ലേ? ഉമ്മത്തിന് വേണ്ടി പാപമോചനം ചോദിക്കുന്ന നബിയല്ലേ അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ ഹുജ്റ കാണുമ്പോൾ ഇബ്നു ഉമർ തങ്ങൾക്ക് കരയാതിരിക്കാൻ കഴിയുമായിരുന്നില്ലെന്ന് ഹദീസ് പണ്ഡിതന്മാർ. മുഅ്മിനെ, നമ്മളും അവിടെ കരയണം. ഹബീബിന്റെ പള്ളിയിൽ നിന്നാ നമ്മൾ മൊബൈൽ എടുത്തിട്ട് സെൽഫി എടുക്കുന്നത്. ഹബീബിന്റെ പള്ളിയിൽ നിന്നാ റൗളയിൽ നിന്നിട്ട് ആളുകൾ മൊബൈൽ ഉപയോഗിക്കുന്നത്. ഹബീബ് അത് ഇഷ്ടപ്പെടുമോ? ഹബീബ് ജീവിച്ചിരിക്കുകയായിരുന്നുവെങ്കിൽ നമ്മളത് ചെയ്യാൻ അനുവദിക്കുമോ? ഹബീബിന്റെ പള്ളിയിൽ നമ്മൾ ആലോചിക്കണം. ഹബീബായ നബി തങ്ങളുടെ അരികത്തേക്ക് ചെല്ലുമ്പോ കണ്ണിന്ന് കണ്ണുനീര് വരണം. മദീന ബസ്വാറത്ത് ഖോ ഗയി ലേകിൻ ബസ്വീറത്ത് തോ സലാമത്ത് ഹൈ. മദീന ഹംനെ ദേഖാ ഹൈ मगर नादीदा मदीना जाके हम समझे तक़द्दुस किसको कहते हैं. हवा पाकीज़ा फिजा संजीदा. ഹബീബിന്റെ മദീനയാണത്. ഈമാനിന്റെ സമഞ്ജസ സമ്മേളനം നടന്ന ഇടമാണത്. ജിബ്രീൽ അലൈഹിസ്സലാം വഹീമായി എത്ര നേരം ഇറങ്ങി വന്ന മണ്ണാണത്. എത്ര നേരം ഹബീബിന്റെ കൂടെ ജിബ്രീൽ അലൈഹിസ്സലാം വർത്തമാനം പറഞ്ഞിരുന്ന ഭൂമികയാണത്. മദീനയുടെ സുഗന്ധം അല്ലാഹുവിന്റെ ഹബീബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അച്ബത്തുൽ ഗുലാം എന്നറിയപ്പെടുന്ന പ്രഗൽഭനായ മഹാൻ അച്ബത്തുൽ ഗുലാം, ഹദീസിന്റെ ഇമാമിങ്ങൾ അറിയപ്പെടുന്ന പ്രഗൽഭനായ മഹാൻ ഉച്ബത്തുൽ ഗുലാം എന്നറിയപ്പെടുന്ന ഉച്ബ റഹ്മത്തുള്ളാഹി അലൈഹി എപ്പോഴും കരയുമ്പോ ഉമ്മ പറയും, മോനെ എന്തോ കാര്യമായ തെറ്റുമോന് ചെയ്തു പോയിട്ടുണ്ടല്ലേ, അതുകൊണ്ടാണോ ഉച്ബ നിങ്ങൾ ഈ കരയുന്നത് എന്ന് ഉച്ബത്തുൽ ഗുലാം തങ്ങളോട് ഉമ്മ ചോദിക്കുമത്രേ. ഖുർആൻ ഓതിയാൽ കരയും. കൂടെയുള്ള ആളുകളൊക്കെ കരച്ചിൽ കണ്ടാൽ കരഞ്ഞു പോകും. മഹാനായ ഉച്ബത്തുൽ ഗുലാം റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ അതിഥിയായി ചെന്നപ്പോ ആ രാത്രി മുഴുവനും പാതിര മുഴുവനും നേരം വെളുക്കുന്നവരെ നിസ്കരിക്കുകയായിരുന്നു. ആ വീട്ടുകാരൻ ചോദിച്ചു, മല്ലദീ അബ്കാക യാ ഉച്ബ, എന്തിനാണോ നിങ്ങൾ കരഞ്ഞത്? എന്തിനാ നിങ്ങൾ ഈ കരഞ്ഞത്? അപ്പൊ പറഞ്ഞു, ദകർതുൻ സുറാഫൻ നാസി യൗമൽ ഖിയാമ ഇലാ ജന്നത്തിൻ വ ഇലൻ നാർ
നാളെ പരലോകത്ത് അല്ലാഹു രണ്ട് റൂട്ടിലൂടെയാ ജനങ്ങളെ പറഞ്ഞയക്കുന്നത്. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക് പൊയ്ക്കോളൂ എന്ന് മാലാഖമാരിങ്ങനെ സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുപോകുന്ന ഒരു നേരം, ഒരു വിഭാഗം ആളുകളെ സബാനിയത്തിന്റെ ശിക്ഷയുടെ മാലാഖമാർ നരകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ആ രണ്ട് ചിത്രമല്ലാതെ മൂന്നാമതൊരു ചിത്രമില്ലാത്ത മഹ്ശറ ഓർത്തപ്പോൾ എനിക്ക് കരച്ചിൽ വന്നതാണെന്ന് മഹാനായ ഉത്ബത്തുൽ ഗുലാം റളിയല്ലാഹു അൻഹു. നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ടോ അല്ലാഹുവിന്റെ മഹ്ശറയെ കുറിച്ച്? കണ്ണു ചിമ്മിയാൽ ആരംഭിക്കുന്ന ലോകമല്ലേ അത്? ഈ മഹാനായ ഉത്ബത്തുൽ ഗുലാം തങ്ങളാ പറഞ്ഞത്, ഖാബത്തുൽ ഇബാദത 20 സന വതലദ്ദതു ബിഹാ 20 സന. 20 കൊല്ലം 20 വർഷം ഞാൻ എന്റെ ശരീരത്തെ നിർബന്ധിപ്പിച്ച് ഇബാദത്ത് ചെയ്യിപ്പിച്ചു. 20 കൊല്ലമാണ് ഇബാദത്ത് ഞാൻ ശീലമാക്കിയെടുക്കാൻ സമയമെടുത്തത്. 20 കൊല്ലം. പിന്നീട് വന്ന 20 കൊല്ലം ഞാൻ ഇബാദത്ത് കൊണ്ട് ആനന്ദം കൊള്ളുകയായിരുന്നുവെന്ന് മഹാനായ ഈ മഹാൻ പറഞ്ഞിട്ടുണ്ട്. ഉത്ബത്തുൽ ഗുലാം തങ്ങൾ 20 കൊല്ലത്രേ. നമ്മൾ റമദാനിലെ പരമാവധി ജമാഅത്ത് ശ്രദ്ധിച്ച് നിസ്കരിക്കാൻ തുടങ്ങുന്നത് അല്ലേ? ഒരു റമദാനിൽ 20 കൊല്ലം ഞാൻ എന്റെ ശരീരം കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. എന്റെ ശരീരത്തിന് ഇത് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ 20 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു 20 കൊല്ലം അള്ളാഹു എനിക്കതുകൊണ്ട് ആനന്ദം തന്നു എന്ന് ഉത്ബത്തുൽ ഗുലാം റഹ്മത്തുള്ളാഹി അലൈഹി ആ മഹാനും കരഞ്ഞ ചരിത്രമാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാത്തൊരു കറാമത്ത് ചെയ്ത മഹാനാണിത്. ജീവിതത്തിന്റെ അവസാന കാലമെത്തിയപ്പോൾ ശരീരം തളർന്നു പോയിരുന്നു. അസ്വാബഹുൽ ഫാലജ്. ഫാലജ് എന്ന് പറയാ, പഴയ വാക്ക് എങ്ങനെയാണ്? ഫാലജ് എന്ന് പറഞ്ഞാൽ തളർച്ച. കൈകാലുകൾ പാരലൈസ് ആയി പോയിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ ഇരിക്കാൻ പറ്റാതെ വീട്ടുകാരെടുത്തു കൊണ്ടുപോകണം. അപ്പോഴാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്, അല്ലാഹുവേ 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 അത്ലിക അഅദാഇ ഇൻദൽ വുദൂഇ വഇൻദസ് സ്വലാഹ്. അല്ലാഹുവേ എന്റെ കൈകാലുകളെ നീ മരവിപ്പിച്ചു കളഞ്ഞല്ലേ അല്ലാ, എഴുന്നേൽക്കാൻ കഴിയാതെ. ഞാനെന്ന് ചോദിച്ചോട്ടെ, വുദൂ ചെയ്യാനും നിസ്കരിക്കാൻ പോകാനും എന്റെ കൈകാലുകൾക്ക് ആരോഗ്യം തിരിച്ചു നൽകണേ എന്ന് ചോദിച്ചപ്പോൾ നിസ്കാരത്തിന് ബാങ്ക് വിളിച്ചാൽ വുദൂ എടുക്കാനുള്ള വെള്ളത്തിനരികത്തേക്ക് ഒറ്റക്ക് നടന്നു പോകും. എന്നിട്ട് നേരെ പള്ളിയിൽ പോകും. പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് വീട്ടിന്റെ കട്ടിലിൽ ഇരിക്കുമ്പോഴേക്കും തളർന്നു പോകും. അങ്ങനെ ബാക്കിയുള്ള കാലം മഹാനവറുകൾ നിസ്കരിക്കാൻ വുദൂ എടുക്കാനും അല്ലാഹുവേ എന്റെ കൈകാലുകളുടെ തളർച്ച ഒഴിവാക്കി തരണമെന്ന് ചോദിച്ചപ്പോ ആ 2 നേരങ്ങളിൽ മഹാനവറുകളുടെ കൈകാലുകൾക്ക് അല്ലാഹു കഴിവ് കൊടുത്ത കറാമത്തുണ്ടായ മഹാനാണ് ഉത്ബത്തുൽ ഗുലാം റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് നമ്മളെ ചേർത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ അബൂ സുലൈമാൻ അദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി ഈ സംഭവം ഇമാം ഇബ്നു കതീർ തങ്ങൾ ബിദായ വൻ നിഹായയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ അബൂ സുലൈമാൻ അദ്ദാറാനി എന്ന മഹാനായ പണ്ഡിതൻ അവർ പറയുമായിരുന്നു, ലികുല്ലി ഷൈഇൻ ഇൽം വ ഇൽമുൽ ഖുദ്ലാൻ തർകുൽ ബുകാഇ മിൻ ഖശിയത്തിർ റഹ്മാൻ. ലികുല്ലി ഷൈഇൻ ഇൽം. ഏതൊരു വിഷയമറിയാനും ഇൽമുണ്ട്. ഏത് വിഷയമറിയാനും അതിന്റെ ഒരു വിദ്യാഭ്യാസമുണ്ട്. എഞ്ചിനീയറിംഗ് പഠിക്കാൻ അതിന്റെ ഒരു സയൻസ് ഉണ്ട് അല്ലേ? മെഡിസിൻ അതിന്റെ ഭാഗമുണ്ട്. കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാൻ അതിന്റെ ഭാഗങ്ങളുണ്ട്. ബിസിനസ് പഠിക്കാൻ അതിന്റെ ഇൽമുണ്ട്. എന്നാൽ അറിയണേ, ഇൽമുൽ ഖുദ്ലാൻ, ഒരു മനുഷ്യൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്നറിയാനും ഒരു ഇൽമുണ്ടത്രേ. ഒരാള് പരാജയപ്പെട്ടിട്ടുണ്ടോ എന്നറിയാനും ഒരു ഇൽമുണ്ടത്രേ. ആ ഇൽമ് തർക്കുൽ ബുകാഇ മിൻ ഖശിയത്തിർ റഹ്മാൻ. കാരുണ്യവാനായ അല്ലാഹുവിനെ ഓർക്കുമ്പോ കണ്ണുകൊണ്ട് കരയാൻ കഴിയാതിരിക്കുന്നത് പരാജയപ്പെട്ടു പോയിട്ടുണ്ട് എന്നതിന്റെ ഇൽമാണെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ മഹാനാൻ അബൂ സുലൈമാൻ അദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ എവിടെയാണെന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ വിജയിച്ചവരിലാണോ? മൻ നജാതു യാ റസൂലല്ലാഹ് എന്ന് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു വന്ന് ചോദിച്ചു, വല്ല നബിയെ വിജയിക്കാൻ വല്ല മാർഗവുമുണ്ടോ? അംസിക അലൈക ലിസാനക വൽയസഅക ബൈതുക
വബ്കി അലാ ഖതീഅതിക്. നബി പറഞ്ഞു കൊടുക്കുന്നു, ഉഖ്ബ, നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കണേ. നിങ്ങളുടെ വീട് നിങ്ങൾ അടങ്ങി ഒതുങ്ങിയതിനകത്ത് കടന്നോളൂ, പുറത്തിറങ്ങണ്ട. വബ്കി അലാ ഖതീഅതിക്, ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് കരഞ്ഞോളൂ ഉഖ്ബ എന്ന് മഹാനായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തില്ലേ? അങ്ങനെ ഒരു കരച്ചിൽ നമുക്ക് വരുന്നില്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടതിന്റെ അടയാളമാണതെന്ന് മഹാനായ അബൂ സുലൈമാനുദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല കരയുന്ന കണ്ണല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു നമ്മളും തമ്മിലുള്ള ബന്ധം ഓർക്കുമ്പോഴാ കരയാൻ കഴിയാ. കുറച്ചൊന്ന് കരയണം. ആളുകളുടെ മുമ്പിൽ വെച്ചല്ല, ഒറ്റക്കിരുന്ന് കരയണം. ആളുകളുടെ മുമ്പിൽ വെച്ച് കരയുമ്പോൾ റിയാ ആയി പോകും. ആളുകൾ കാണാൻ വേണ്ടി കരച്ചിൽ വന്നു പോകുന്നതിനെ കുറിച്ചല്ല. ആളുകളുടെ മുമ്പിലല്ല കരയേണ്ടത്, വീട്ടുകാര് കാണയല്ല കരയേണ്ടത്. നിങ്ങളും പടച്ചവനുമല്ലാതെ മറ്റാരും കാണാത്തൊരിടത്ത് വെച്ച് അല്ലാഹുവിനെ ഓർത്ത് കരഞ്ഞാൽ ആളെ അർശിന്റെ തണൽ തരുന്നല്ലേ പറഞ്ഞത്, നരകം തൊടില്ലെന്നല്ലേ പറഞ്ഞത്. അതിനെന്താ ഇത്ര പ്രയാസം? ഖൽബ് കൊണ്ട്, നമ്മുടെ ഖൽബ് കൊണ്ട് ചെയ്യുന്ന അമലാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു ആദരിച്ചതെന്ന് ഓർത്തു നോക്കണേ. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ നിബിതങ്ങൾ ഹൽ അറദൽ ഖുർആന അലാ ശൈഖിൻ, നിബിതങ്ങൾ ഏതെങ്കിലും ഒരാൾക്ക് ഖുർആൻ തങ്ങൾ അങ്ങോട്ട് ഓതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കാന അബ്യദൽ ജസദി, ശരീരം വെളുത്തിട്ടായിരുന്നു. അബ്യദൽ ലിഹ്യതി വറഅസി, മഹാനവരുടെ തലയും താടിയും വെളുത്തതായിരുന്നു. അബ്യദൽ തൗബി, വസ്ത്രവും എപ്പോഴും വെളുത്തതായിരുന്നു. കാന നൂറൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശമെന്ന് സ്വഹാബിമാര് പോലും പറഞ്ഞിട്ടുള്ള സ്വഹാബിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങൾ ഉബയ്യ് ഇബ്നു കഅബ് തങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു. ഖുർആൻ ഓതുന്നത് കൊണ്ട് അല്ലാഹു കൊടുത്ത മഹത്വമാണ് മുഅ്മിനേ ഇത്. ഖുർആൻ നിരന്തരമായി മനോഹരമായി ഓതിയിരുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ഹാഫിളാണ്, ഖുർആനിന്റെ മാഹിറാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. മുത്തുനബി തങ്ങളാ വീട്ടിലേക്ക് കയറി വരുന്നത്. ഹബീബായ നബി തങ്ങൾ കടന്നു വരുന്ന ആ വീടിന്റെ ഒരു മഹത്വമേ, ആ വീട്ടുകാരന്റെ ഒരു പുണ്യമേ. തങ്ങൾ ചോദിച്ചു, നബി തങ്ങളോട് ചോദിച്ചു, നബിയേ എന്താ ഹബീബേ അങ്ങ് ഈ നേരത്ത് കടന്നു വരാൻ കാരണം? അമറനില്ലാഹ്, അല്ലാഹു എന്നോട് പറയുന്നു ഉബയ്യേ നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരണമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട് ഉബയ്യേ. അലം യഅനിലില്ലദീന കഫറൂ മിൻ ലം യകുനില്ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. ലം യകുനില്ലദീന എന്ന സൂറ നിങ്ങളോട്, നിങ്ങൾക്ക് ഞാൻ ഓതിത്തരണമെന്ന് അല്ലാഹു എന്നോട് പറഞ്ഞു ഉബയ്യേ, അതുകൊണ്ട് വന്നതാണ്. ഉബയ്യ് തങ്ങൾക്ക് വിശ്വസിക്കാൻ വലിയ പ്രയാസം. ഹബീബായ നബി തങ്ങൾ കൊണ്ടുവരുന്ന ഈ സന്തോഷത്തിന് മാത്രം താനുണ്ടോ എന്ന ഭയപ്പാടാണ്. നബി തങ്ങൾ പറയുന്ന സിദ്ഖുൻ ഹഖ്ഖുൻ, അത് സത്യമാണ്. എന്നാൽ ചോദിച്ചു, അസ്സമാനില്ലാഹ്, നബിയേ എന്റെ പേരല്ലാഹു പറഞ്ഞോ നബിയേ? അല്ലാഹു സമ്മാനി ലക ഇൻദ വഖദ് ദുകിർതു ഇൻദ റബ്ബിൽ ആലമീൻ. നബിയേ ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ മുമ്പിൽ എന്റെ പേരല്ലാഹു, എന്റെ രക്ഷിതാവിന്റെ മുമ്പിൽ ഉബയ്യിന്റെ പേര് പറയപ്പെട്ടോ നബിയേ? എന്റെ പേരല്ലാഹു അങ്ങയോട് പറഞ്ഞോ നബിയേ? ഞങ്ങൾ പറഞ്ഞു, നഅം ഉബയ്യേ, നിങ്ങളുടെ പേര് പറഞ്ഞ് നിങ്ങൾക്ക് സൂറത്തുൽ ബയ്യിന ഓതിത്തരണമെന്ന് അല്ലാഹു പറഞ്ഞു ഉബയ്യേ. ഫജഅല ഉബയ്യുൻ യബ്കി, ആ സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നൽകുന്ന ഒരു മഹത്വം കണ്ടപ്പോ കരയുകയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല. വിശുദ്ധമായ ഖുർആൻ ഓതുമ്പോ നിരന്തരം കരഞ്ഞിരുന്ന ഒരു മഹാന് സന്തോഷത്തിന്റെ കണങ്ങളാൽ കരച്ചിൽ വന്ന രംഗമായിരുന്നു അത്. അല്ലാഹുമ്മ ജഅൽനാ താലീന ലികിതാബിക മുഅ്മിനീന ബികലാമിക വമുഖീമീന ലിഹുദൂദിക യാ റബ്ബൽ ആലമീൻ. പടച്ചവനെ നിന്റെ
കലാം ഓതുകയും അതനുസരിച്ച് ജീവിക്കുകയും അതിന്റെ അഹ്കാമുകൾ ജീവിതത്തിലേക്ക് പകർത്തുകയും ചെയ്യുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ പെടുത്തേണമേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മൂന്ന് സ്വഹാബിമാരാണ് തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ കഴിയാതിരുന്നത്. തബൂക്ക് യുദ്ധത്തിലേക്ക് പോകാൻ കഴിയാതിരുന്ന 3 സ്വഹാബിമാരുണ്ട്. മഹാനായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, മഹാനായ ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു, അവരുടെ കൂട്ടുകാരൻ 3 പേര് മുറാറത്ത് ഇബ്നു റബീഅ, ഹിലാൽ ഇബ്നു ഉമയ്യ, കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹും. ഈ 3 മഹാന്മാർ സ്വഹാബികളാണ്, തെറ്റ് ചെയ്തതല്ല. തബൂക്ക് യുദ്ധത്തിലേക്ക് നിബിതങ്ങളും സ്വഹാബികളും ചൂടുള്ള കാലാവസ്ഥയിൽ പോകുമ്പോ ഒന്ന് വൈകുന്നേരമായാൽ പോകാം, നിബിതങ്ങളും സ്വഹാബികളും പോകട്ടെ, നമുക്ക് പിന്നാലെ പോകാം. വൈകുന്നേരമായി, രാത്രിയായില്ലേ, നേരം വെളുത്തിട്ട് പോകാം, പിന്നെ ഉച്ചയായില്ലേ, അങ്ങനെ നീണ്ടുപോയി. ഒരിക്കലും ഹബീബായ നിബിതങ്ങളെയും സ്വഹാബിമാരെയും ഇനി കൂടെ പോയാൽ കാണില്ലെന്ന് പേടിച്ച് മദീനയിൽ തങ്ങിയ 3 പേരെ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരിക്കും അവർക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുത്തു. وعلى الثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت. ആരും ഈ 3 പേരോടും മിണ്ടാൻ പാടില്ലെന്ന് നിബിതങ്ങൾ നിയമമിറക്കി. 50 ദിവസം ഇവരോട് ആരും മിണ്ടരുത്. ഹിലാൽ ഇബ്നു ഉമയ്യ തങ്ങളും മുറാറത്ത് ഇബ്നു റബീഅ എന്നവരും വീട്ടിൽ പോയിരുന്നു. കഅബ് ഇബ്നു മാലിക് എന്നവർ അങ്ങാടിയിലൂടെ ഇറങ്ങി നടന്നു. എല്ലാവരോടും സലാം പറയും, ആരും സലാം അടക്കൂല. കഅബ് തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങളെപ്പോലെ യുദ്ധത്തിന് വരാതിരുന്ന കപടവിശ്വാസികൾ റസൂലുള്ളാഹിനോട് നുണ പറഞ്ഞു. നബി ഞങ്ങളത് സ്വീകരിച്ചു. ഞങ്ങൾക്ക് നുണ പറയാൻ തോന്നിയില്ല, ഞങ്ങൾ സത്യം പറഞ്ഞു. അതിന്റെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടു. എന്നാലും അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ശിക്ഷയാണ്, ഞങ്ങളത് സഹിച്ചു. ഞാൻ എന്റെ കൂട്ടുകാരൻ, എന്റെ ഇബ്നു അമ്മി, എന്റെ പിതൃ സഹോദരപുത്രൻ അബൂ ത്വൽഹയെ കണ്ടപ്പോ ഞാൻ ചോദിച്ചു, അബൂ ത്വൽഹ, എന്താ നിങ്ങൾ ആരും ഞങ്ങളോട് സലാം അടക്കാത്തത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഈ നിങ്ങളോട് അല്ലാഹുവിന്റെ വഹി വരുന്നവരെ മിണ്ടാൻ പാടില്ലെന്ന്. അബൂ ത്വൽഹ, ഉൻഷിദുക ബില്ലാഹ്, അബൂ ത്വൽഹ, അല്ലാഹുവിനെ വിചാരിച്ച് ഞാനൊന്ന് ചോദിച്ചോട്ടെ. അബൂ ത്വൽഹ, ഹൽ തഅലമു അന്നീ ഉഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ഇത്രമേൽ സ്നേഹമുള്ള ആളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയൂലേ അബൂ ത്വൽഹ? അബൂ ത്വൽഹ തങ്ങൾ മറുപടി കൊടുക്കുന്നില്ല. രണ്ടാമതും ചോദിച്ചു, നിങ്ങൾക്കറിയൂലേ എനിക്ക് അള്ളാഹുവിനോടും റസൂലിനോടും ഇഷ്ടമാണെന്ന്? അബൂ ത്വൽഹ തങ്ങൾ മറുപടി കൊടുക്കുന്നില്ല. 3ാമത്തെ തവണയും ചോദിച്ചപ്പോ പറഞ്ഞു അബൂ ത്വൽഹ തങ്ങൾ, അല്ലാഹു വറസൂലുഹു അലം, അള്ളാഹുവിനും റസൂലിനും അറിയാം. വല്ലാണ്ടങ്ങ് വിഷമിച്ചുപോയി. അള്ളാഹുവിന്റെ ഭൂമി എത്രമേൽ വിശാലമാണെങ്കിലും ഹൃദയമങ്ങ് ഞെരുങ്ങിപ്പോയി. ഭൂമിയുടെ സർവമാന വിശാലതയുമുള്ളതിനോടൊപ്പം ആ ഭൂമി ലോകം അവർക്ക് മുമ്പിൽ ചുരുങ്ങിപ്പോയ പോലെ ആരും മിണ്ടുന്നില്ല, ആരും സംസാരിക്കുന്നില്ല. മുത്തുനബി തങ്ങൾ പറഞ്ഞു, ഈ 3 പേരും അവരവരുടെ ഭാര്യമാരുടെ കൂടെ കഴിയാനും പാടുള്ളതല്ല. അപ്പൊ പ്രായമുള്ള സ്വഹാബിയാണ് ഹിലാൽ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹു. അവരുടെ ഭാര്യ വന്ന് ചോദിച്ചു, നബിയേ, ഹിലാൽ ഇബ്നു ഉമയ്യയുടെ കൂടെ ഞാനൊന്ന് നിന്നോട്ടെ, എന്റെ ഭർത്താവിന്റെ കൂടെ അങ്ങ് സമ്മതം നൽകുമോ? ഹിലാൽ ഇബ്നു ഉമയ്യ പ്രായമുള്ള ആളല്ലേ, അവർക്ക് ഖിദ്മത്ത് ചെയ്തു കൊടുക്കാൻ. പിന്നെ എന്റെ ഭർത്താവ് ഹിലാലിന് എന്നിലൊരു വൈകാരികമായ തോന്നലോ ഒരു വികാരമോ ഒന്നും എന്റെ ഭർത്താവിനുണ്ടാകില്ല നബിയെ, ഞാൻ ഖിദ്മത്ത് ചെയ്തോട്ടെ എന്ന് ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു, നിനക്ക് നിന്റെ ഭർത്താവിന്റെ കൂടെ താമസിക്കാം. അപ്പൊ ആളുകൾ വന്ന് ചോദിച്ചു, കഅബേ, നിങ്ങളുടെ ഭാര്യയോട് നിങ്ങൾക്കൊന്ന് പറയിച്ചുകൂടെ നബി തങ്ങളോട്? കഅബ് തങ്ങൾ പറഞ്ഞു, ഞാൻ ചെറുപ്പക്കാരനല്ലേ, എന്റെ റസൂൽ എന്താണതിന് മറുപടി പറയുക എന്ന് എനിക്കറിയില്ല, ഞാൻ ചോദിക്കൂല. പെണ്ണേ, ഇൽഹഖീ ബി അഹ്ലികി, നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അല്ലാഹു ഒരു തീരുമാനം ഇറക്കുന്നവരെ ഞാൻ ഒറ്റക്ക് നിന്നുകൊള്ളാം. അങ്ങനെ നാനാഭാഗത്തു നിന്നും ഒറ്റപ്പെട്ടുപോയ ഒരു നേരം കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, 50 ദിവസം കഴിഞ്ഞു, നാട്ടുകാരും മിണ്ടുന്നില്ല,
ആരും സലാം പറയുന്നില്ല. ഞാൻ എന്റെ വീടിന്റെ മട്ടുപ്പാവിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു കൂട്ടം സ്വഹാബിമാർ ഓടി വരികയാണ്. യാ കഅബു യാ കഅബു കഅബേ അബ്ശിർ അബ്ശിർ യാ കഅബ്, കഅബേ സന്തോഷിച്ചോളൂ കഅബേ, അൻസലല്ലാഹു ഫീക ആയ, നിങ്ങളെക്കുറിച്ച് അല്ലാഹു ആയത്തിറക്കിയിരിക്കുന്നു സൂറത്തു തൗബ. വഅല ثلاثة الذين خلفوا حتى إذا ضاقت عليهم الأرض بما رحبت وضاقت عليهم أنفسهم وظنوا أن لا ملجأ من الله إلا إليه ثم تاب الله عليهم. ഈ മൂന്ന് പേരുടെയും പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ലിയതൂബൂ ഇന്നല്ലാഹ ഹുവത്തവ്വാബുർ റഹീം. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു ഓടി ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തനബി തങ്ങൾ പറഞ്ഞു, അബ്ശിർ ബിഖൈരി യൗമിൻ ത്വലഅത് അലൈക, അബ്ശിർ ബിഖൈരി യൗമിൻ ത്വലഅത് അലൈക അശ്ശംസ് മുൻദു വലദത്ക ഉമ്മുക യാ കഅബ് കഅബേ. ഉമ്മ പ്രസവിച്ച നാള് മുതൽ ഇന്നേ വരേക്കും സൂര്യൻ ഉദിച്ച നാളുകളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസമാണ് കഅബേ നിങ്ങളുടെ ഈ ദിവസം. അല്ലാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചിരിക്കുന്നു. 50 ദിവസം കരഞ്ഞ കരച്ചിലാണ്, 50 ദിവസം കരഞ്ഞ കരച്ചിലാണ് ഈ തൗബയുടെ ആയത്തിറങ്ങാൻ കാരണം. ഇത് സൂറത്ത് തൗബയിലാണ് ഈ ആയത്ത്, 118ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബ് ഇബ്നു മാലിക് എന്നവരുടെയും 2 കൂട്ടുകാർ ഹിലാൽ ഇബ്നു ഉമയ്യ, മുറാറത്ത് ഇബ്നു റബീഅ, ഈ 3 പേരുടെയും കരച്ചിൽ അല്ലാഹു ഉത്തരം കൊടുത്തുകൊണ്ട് പശ്ചാത്താപം അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹു അങ്ങ് പറയുന്നു, ഇവരുടെ പശ്ചാത്താപം ഞാൻ സ്വീകരിച്ചു. അല്ലാഹു കഴുകി ശുദ്ധിയാക്കി. അച്ചായിബു മിനദ്ദംബി കമല്ലാ ദംബല, പശ്ചാത്തപിച്ചു മടങ്ങിയാൽ പിന്നെ ആ ഒരു തെറ്റ് ചെയ്യാത്ത പോലെയല്ലേ അല്ലാഹു കഴുകി തുടച്ചു. 50 ദിവസത്തെ കണ്ണുനീരുകൾക്ക് അല്ലാഹു നൽകിയ പ്രതിഫലം മഹാനായ കഅബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ മുഅ്മിനേ മഹാനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ഇത് വല്ലാതെ നമ്മൾ ചിന്തിപ്പിക്കേണ്ട ഒരു വചനമാണ്. മുൻഗാമികളുടെ വാക്കുകൾ വളരെ വല്ലാത്ത അർത്ഥഗർഭമായത്. ലൗലം യബികിൽ ആഖിലു ഫീമാ മദാ മിൻ ഉംരിഹി ഇല്ലാ അലാ തഫ്വീതി മാ മദാ മിൻ ഉംരിഹി ഫീ ഗൈരി ത്വാഅ ലകാന ഖലീഖൻ അൻ യുഹ്സിനഹു ദാലിക ഇലൽ മമാത്. എന്തിനാണ് കരയേണ്ടതെന്നറിയോ? കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു പോയ തെറ്റിനെ കുറിച്ചല്ല. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നന്മ ചെയ്യാൻ കഴിയുമായിരുന്ന നേരം, 1 പേജ് ഖുർആൻ ഓതാൻ കഴിയുമായിരുന്ന നേരത്ത് 10 പേജ് ഫേസ്ബുക്ക് വെറുതെ വായിച്ചിരുന്നതിനെ കുറിച്ച് ഓർത്ത് ചിന്തിക്കുമ്പോ, 1 പേജ് ഖുർആൻ ഓതാൻ കഴിയുമായിരുന്ന നേരം വെറുതെ ആരൊക്കെയോ വിട്ട വോയിസ് കേൾക്കാൻ വേണ്ടി 8ഉം 10ഉം 15ഉം മിനിറ്റ് ചെലവഴിച്ചത് ഓർക്കുമ്പോ, കഴിഞ്ഞ കാലങ്ങളിൽ നന്മ ചെയ്യാൻ കഴിയുമായിരുന്ന നേരം നന്മ ചെയ്യാൻ സാധിക്കാതെ പോയല്ലോ എന്ന് ഓർത്തുകൊണ്ട് കരയുകയാണെങ്കിൽ തന്നെ ഒരു ബുദ്ധിമാനി മരണം വരെ കരയേണ്ടി വരും. പിന്നെയല്ലേ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത്. കഴിഞ്ഞ കാലങ്ങളിൽ നന്മ ചെയ്യാൻ സാധിച്ചില്ലല്ലോ എന്നോർത്തുകൊണ്ട് ഒരു ബുദ്ധിമാന് കരയുകയാണെങ്കിൽ ലബകാ മിൻ ഉംരിഹി ഇലൽ മമാത്, മരണം വരെ കരയണമത്രേ. കഴിഞ്ഞ കാലങ്ങളിൽ നന്മ ചെയ്യാൻ കഴിയാതെ പോയ നേരങ്ങൾ ഓർക്കുമ്പോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതങ്ങളിൽ വന്ന അബദ്ധങ്ങളും തെറ്റുകളും ഓർത്തുകൾ എത്രയാ കരയേണ്ടത്? അല്ലാഹുമ്മ ഗ്ഫിർ ലനാ, പടച്ചോനെ നീ നമുക്ക് പുറത്തു തരണേ റബ്ബേ, അല്ലാഹു ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്ന മഹാനവറുകളുടെ വാക്കുണ്ട്. ഇമാം ദാരിമി തങ്ങളുടെ സുനനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് സ്വഹീഹായ സനദോടുകൂടെ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, സയബിലൽ ഖുർആനു ഫീ സുദൂരി അഖ്വാമിൻ, ചില ആളുകളുടെ മനസ്സിൽ നിന്ന് അല്ലാഹു ഖുർആൻ എടുത്തു കൊണ്ടുപോകും. ഫയതഹാഫതു കമാ യതഹാഫതു ഥൗബ്, വസ്ത്രം നുരുമ്പി ഇല്ലാതെയാകുന്ന പോലെ വിശുദ്ധമായ ഖുർആൻ ഇല്ലാതെയായി മാറുമത്രേ. എങ്ങനെയാണെന്നറിയത്? യഖറഊനഹു ലാ യജിദൂന ലഹു ശഹ്വതൻ വലാ ലദ്ദ, ഖുർആൻ ഓതുന്നുണ്ട്,
ആ ഖുർആനിന്റെ ഒരു മധുരിമയോ രസമോ കിട്ടാതിരിക്കാം. ഖുർആൻ ഓതുമ്പോ എവിടെയാണ് അവസാനിക്കുന്നത്? അവസാനത്തെ പേജ് എവിടെയാണ്? ഈ സൂറത്ത് ജുസ് എപ്പോഴാണ് അവസാനിക്കുന്നത്? സ്വഹാബിമാർ പറയും, നിങ്ങൾ ഖുർആൻ ഓതുമ്പോ ഇത് തീരാനിന് എത്ര പേജുണ്ടെന്ന് നോക്കരുത്, ഇതിന്റെ അവസാനത്തെ ആയത്ത് എവിടെയാണെന്നല്ല നോക്കേണ്ടത്, ആസ്വദിച്ചോതേണ്ടതല്ലയോ ഖുർആൻ. നമുക്ക് അല്ലാഹു നമ്മളോട് ഇങ്ങോട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഖുർആൻ എടുത്തു നോക്കണം. നമുക്ക് അല്ലാഹുവിനോട് അങ്ങോട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ വുളു എടുത്ത് നിസ്കരിക്കണം. നമ്മൾ അല്ലാഹുവിനോട് നിസ്കരിക്കുന്നത് റബ്ബിനോട് സംസാരിക്കലാണ്. അള്ളാന്റെ ഖുർആൻ എടുത്ത് ഓതുന്നത് അള്ളാന്റെ സംസാരം ഇങ്ങോട്ട് കേൾക്കലല്ലേ? ഇങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടിയ ഉമ്മത്ത് അള്ളാഹുവിന്റെ കലാമെല്ലാം പൂട്ടിവെച്ചിട്ട് എന്തൊക്കെയോ ആരൊക്കെയോ എഴുതിവിടുന്നത് വായിച്ച് മുതഅല്ലിമീങ്ങളും സാധാരണക്കാരും പണ്ഡിതന്മാരും പാമരജനങ്ങളും മുഴുവൻ അള്ളാഹുവിന്റെ കിതാബിൽ നിന്ന് അകന്നുപോയില്ലേ? ഈ വാട്സപ്പും ഫേസ്ബുക്കും തീർന്നിട്ടുണ്ടോ അള്ളാന്റെ കലാം ഓതി നോക്കാൻ സമയം കിട്ടുന്നത്? നമ്മൾ ആലോചിക്കും മുഅ്മിനെ, നമ്മൾ ആലോചിക്കും പ്രശ്നങ്ങൾ എന്താണ് നമുക്കറിയാം, അതിന് പരിഹാരം കണ്ടെത്തണം. അള്ളാഹു നമുക്കതിന് പരിഹാരം നൽകട്ടെ, അള്ളാഹു പരിഹാരം നൽകട്ടെ. യൽബസൂന ജുലൂദൽ അലാ ഖുലൂബിൽ ദിആബ്, ചെന്നായിക്കരുടെ തൊലിയണിഞ്ഞ ആടുകളായിരിക്കും ആ കാലഘട്ടത്തിലെ ആളുകൾ. അഅമാലുഹും കുല്ലുഹാ തമഉൻ, എല്ലാവരും പൈസയുടെ പിന്നാലെ ഓടുന്ന ആളുകളായിരിക്കും. മുആദ് ഇബ്നു ജബൽ തങ്ങൾ പറയാം, ഉസ്താദുമാരും പണ്ഡിതന്മാരും സാധാരണക്കാരും ദുനിയാവുണ്ടാക്കാൻ ഓടുന്ന കാലം. ലാ യുഖാലിതുഹാ ഖൗഫുൻ, ഖൽബിനുള്ളിലേക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയില്ലാത്ത കാലമാണത്. ആ കാലത്താണ് ഖുർആനിനെ അല്ലാഹു എടുത്തു കളയുക. ഖാലൂ, അവര് പറഞ്ഞു, സനബ്ലുഗു വ ഇന്നസാഊ, അവര് പറയും സനബുൽ ഇൻ ഖസ്സറൂ ഖാലൂ സനബ്ലുഗ്. ആ കാലക്കാര് പറയും, നമുക്ക് അമലൊന്നുമില്ലെങ്കിലും ഈ ഉംറ കൊണ്ട് 27-ാം രാവിന്റെ രാത്രിയിൽ ചെയ്യുന്ന ഒരു ഖിയാമുൽ ലൈൽ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടേക്കും എന്ന് പറഞ്ഞവർ ആശ്വസിക്കുന്ന ആളുകളാണ്. ആ കാലക്കാരായ ആളുകളെ പറ്റിയ മുആദ് ഇബ്നു ജബൽ പറയുന്നത് റളിയല്ലാഹു അൻഹു, എന്തെങ്കിലും ഒരു നമ്മുടെ കർമ്മങ്ങളിൽ വല്ല തെറ്റും സംഭവിച്ചു പോയാൽ നമ്മൾ അതൊക്കെ മേക്കപ്പ് ചെയ്യും എന്നൊരു തോന്നൽ. ഒരു ഹജ്ജ് ചെയ്തേക്കാം, ഒരു ഉംറ ചെയ്തേക്കാം, ഒരു സ്വതക്ക കൊണ്ട് തീരാവുന്നതാണ് എന്ന് നിസ്സാരമായി തെറ്റുകൾ സംഭവിക്കുമ്പോൾ അതൊക്കെ നമ്മൾ മറികടക്കുമെന്നവർ പറയും. അവരെങ്ങാനും തെറ്റുകളാണ് ചെയ്യുന്നതെങ്കിൽ ഖാലൂ, അവര് പറയും, സയഗ്ഫിറു ലനാ ഇന്നാ ലാ നുശ്രികു ബില്ലാഹി ശൈആ, നമ്മളൊന്നും ബഹുദൈവ ആരാധകരല്ലല്ലോ, അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് പുറത്തു കൊടുക്കില്ലേ, അങ്ങനെ നമുക്കൊക്കെ പുറത്തു തന്നേക്കും. തെറ്റ് സംഭവിക്കുമ്പോൾ അല്ലാഹു ഗഫൂറുർ റഹീമല്ലേ, അല്ലാഹു കരീം എന്നല്ലേ, അല്ലാഹു കരീമല്ലേ, അല്ലാഹു ഗഫൂറല്ലേ, അല്ലാഹു നമുക്ക് പുറത്തു തരും. എന്തെങ്കിലും പിഴവ് സംഭവിക്കുമ്പോ അതാ പറയാ, എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ പറയും, അതൊക്കെ നമുക്ക് മേക്കപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഹൃദയം മുഴുവൻ പേടിയില്ലാതെ സമ്പത്തിനോട് ആർത്തിയോടെ നടക്കുന്ന ഈ ആളുകളുടെ കാലത്താണ് വിശുദ്ധ ഖുർആനിനെ അല്ലാഹു ഖൽബുകളിൽ നിന്ന് തുടച്ചു മാറ്റി കൊണ്ടുപോവുകയെന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു നമ്മുടെ കാലത്തെ കുറിച്ചാണോ ഈ പറയുന്നത്? മുആദ് തങ്ങൾ പറയുന്നത് നമ്മളുടെ ഈ കാലത്തെ കുറിച്ചാണോ മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്? അല്ലാഹുവേ, നിന്റെ സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് ഞങ്ങളെ ചേർത്തി തരണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാന്യരായ മുഅ്മിനുകളെ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ ഇസ്റാ കരയണമെന്ന് അല്ലാഹു തആല പറയുന്നത്. ഞാൻ ഓതി വെച്ച ആയത്ത്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وبالحق أنزلناه وبالحق نزل وبالحق أنزلناه وبالحق نزل وما أرسلناك إلا مبشرا ونذيرا وقرآنا
فرقناه لتقرأه على الناس على مكث ونزلناه تنزيلا قل آمنوا به أو لا تؤمنوا إن الذين أوتوا العلم من قبله إذا يتلى عليهم يخرون للأذقان سجدا ويقولون سبحان ربنا إن كان وعد ربنا لمفعولا ويخرون للأذقان يبكون ويزيدهم خشوعا. മുഅ്മിനേ, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ അബ്ദുൽ അഅല തൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ആലിമീങ്ങളെങ്ങാനും ഖുർആൻ ഓതുമ്പോൾ കരഞ്ഞിട്ടില്ല എങ്കിൽ മൻ ഊതിയ മിനൽ ഇൽമി മാ ലാ യുബ്കീഹി ലം യുഅത ഇൽമാ. അല്ലാഹുവിന്റെ കലാം ഓതുമ്പോൾ ഒരാലിമിന് കരച്ചിൽ വരുന്നില്ലെങ്കിൽ അയാൾക്ക് ഇൽമു നൽകപ്പെടുകയില്ലെന്ന് മഹാനായ അബ്ദുൽ അഅല തൈമി റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹുവിന്റെ വചനങ്ങളെ ഓർത്ത് കരയണം എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളോട് പറയുന്ന ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണുനീരുകൾക്ക് നൽകുന്ന പ്രതിഫലം എത്ര വലുതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 3 സഹോദരന്മാർ, കറാമത്തുകൾ കാണിച്ചുപോയ 3 സഹോദരന്മാർ, താബിഈങ്ങളിൽ പ്രമുഖരായ മഹാനായ അബൂ നഈം അൽ അസ്ഫഹാനി ഹില്യത്തുൽ ഔലിയായിലൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവം. ഇബ്നുൽ ജൗസിയെ പോലെയുള്ള ആളുകൾ സഫുവത്തുസ് സഫുഹയിൽ വളരെ പ്രഗൽഭമായ ഒരു സംഭവം, മഹാനായ റിബഈ ഇബ്നു ഹിറാഷ് റളിയല്ലാഹു അൻഹു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, 10 മിനിറ്റ് കൂടെ. റിബഈ ഇബ്നു ഹിറാഷ് റളിയല്ലാഹു തആല അൻഹു, വലിയ മഹാന്മാർ. ഒന്ന് റിബഈ ഇബ്നു ഹിറാഷ്, ഒന്ന് റബീഅ് ഇബ്നു ഹിറാഷ്, ഒന്ന് മസ്ഊദ് ഇബ്നു ഹിറാഷ്. 3 പേരും സഹോദരന്മാരും ഔലിയാക്കന്മാരാണ്. അങ്ങനത്തെ ഒരു മഹത്വം കിട്ടിയ ഒരു വാപ്പയുടെ ഒരു മഹത്വമേ. 3 മക്കൾ കറാമത്ത് കാണിച്ചു മരിച്ചുപോയവരാണ്. അത്ഭുതം എന്താണെന്നറിയോ? മരിച്ചു കിടന്നതിന്റെ ശേഷം മറവ് ചെയ്ത് ഖബറിലേക്ക് വെക്കുന്നത് വരേക്കും പുഞ്ചിരിച്ച ഒരു മഹാനാണ് റിബഈ ഇബ്നു ഹിറാഷ് റളിയല്ലാഹു അൻഹു. അവരുടെ കറാമത്താണ്. ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തഹ്ദീബു തഹ്ദീബിൽ വളരെ മനോഹരമായി രേഖപ്പെടുത്തിയ സംഭവമാണ്. അവരുടെ 2 സഹോദരന്മാർ, ഇത് മയ്യിത്തുകളിൽ കണ്ട മഹാൻ അത്ഭുതങ്ങൾ. ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞു, മസ്ഊദ് തങ്ങളും അതുപോലെ തന്നെ അവരുടെ സഹോദരൻ റബീഅ് എന്നവരും, റബീഅ് ഇബ്നു ഹിറാഷും മസ്ഊദ് ഇബ്നു ഹിറാഷും, 2 പേരും മരിച്ചു കിടന്നിട്ട് മുഖം മൂടി, മയ്യത്തിന്റെ മുഖം മറക്കൂലേ, കിടന്ന മയ്യത്ത് മുഖം തുറന്ന് ഒരു മനോഹരമായ വാക്കുച്ചരിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങിയ 2 സഹോദരന്മാർ. ഇത് ഉദ്ധരിച്ചത് ഇബ്നു ഹജർ തങ്ങൾ, അല്ലെങ്കിൽ പറയലൊക്കെ എന്തൊക്കെയോ പൊട്ടത്തരം പറയാണെന്ന് പറയാൻ. ഇത് അല്ലാമ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ ഉദ്ധരിച്ച സംഭവമാണ്. ഏതെങ്കിലും എവിടെയെങ്കിലും ആരോ പറഞ്ഞു പോയ സംഭവമല്ല. ഇങ്ങനെ സംഭവിക്കും. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു കൊടുക്കുന്ന കറാമത്ത് അങ്ങനെയാണ്. മരിച്ചു കഴിഞ്ഞതിന് ശേഷം സംസാരിച്ച 2 സഹോദരന്മാർ, ഒന്ന് മഹാനായ റബീഅ് ഇബ്നു ഹിറാഷ്, മറ്റൊന്ന് മസ്ഊദ് ഇബ്നു ഹിറാഷ്. മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ച മഹാനായ റിബഈ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്തേ കാരണം എന്നറിയോ? റിബഈ ഇബ്നു ഹിറാഷിന്റെ ഈ സംഭവം മഹാനായ ഇബ്നുൽ ജൗസി തങ്ങളും അബൂ നഈം അൽ അസ്ബഹാനിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബൂ നഈം അൽ അസ്ബഹാനിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഹില്യത്തുൽ ഔലിയാ, മഹാനവറുകൾ രേഖപ്പെടുത്തി. മഹാനായ ഇബ്നുൽ ജൗസി തങ്ങൾ സഫ്വത്തുസ് സഫ്വ, മഹത്തുക്കളെ സംബന്ധിച്ച് വിവരിച്ച കിതാബാണത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നുൽ ജൗസി തങ്ങളുടെ റിബഈ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി 6 ഹദീസിന്റെ സിഹാഹു സിത്ത ഉണ്ടല്ലോ, 6 ഹദീസിന്റെ ഗ്രന്ഥം, സ്വഹീഹുൽ ബുഖാരി, മുസ്ലിം, അബൂ ദാവൂദ്, ഇബ്നു മാജ, നസായി, തുർമുദി. ഈ 6 കിതാബിന്റെ മുസന്നിഫീങ്ങളും മുഹദ്ദിസീങ്ങളും ഹദീസിന്റെ റിവായത്തുകളിൽ കൊണ്ടുവന്ന മഹാനാണ് റിബഈ ഇബ്നു ഹിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. ഹദീസിന്റെ സനദുകളിൽ ഈ മഹാനെ കാണാൻ കഴിയും. എന്താ സംഭവിച്ചെന്നറിയോ? മഹാനവറുകൾ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു. അന്നഹു ഹലഫ ലൻ യദ്ഹക ഫീ ഹാദിഹി ദുനിയാ ഹത്താ യറാ മഖ്അദഹു ഇൻദ റബ്ബിൽ അർദി വസ്സമാ.
ആകാശ ഭൂമിയുടെ ഉടമസ്ഥനായ അള്ളാഹുവിന്റെ അരികത്ത് മടങ്ങിച്ചെല്ലുമ്പോൾ എന്താണ് സ്ഥാനമെന്ന് അറിയാത്ത കാലത്തോളം ജീവിതത്തിൽ ഞാൻ ചിരിക്കുകയില്ല എന്ന് ശപഥം ചെയ്തിരുന്നു ഇബ്നു ഖിറാശ് തങ്ങള്. ഞാൻ ചിരിക്കൂല, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നറിയാതെ ഞാൻ എങ്ങനെ ചിരിക്കും? സ്വർഗമാണ് എനിക്ക് അല്ലാഹു നൽകുന്നതെന്നറിഞ്ഞാലേ ഞാൻ ചിരിക്കൂ എന്ന് പറഞ്ഞ മഹാൻ. ആ സത്യം ചെയ്ത് പറഞ്ഞ പോലെ ജീവിതത്തിൽ പിന്നെ ചിരിക്കാതെ മരണപ്പെട്ടു പോയ മഹാനാണ് ഹദീസ് പണ്ഡിതന്മാരിൽ പ്രഗൽഭനായ ഇബ്നു ഖിറാശ് റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു കൊടുത്ത മഹത്വം എന്താണെന്നറിയോ? ഫഅക്റമഹുല്ലാഹു ജല്ല വഅലാ ബഅദ മൗതി. മരണത്തിന് ശേഷം അല്ലാഹു ആ മഹാനൊരു കറാമത്ത് കൊടുത്തു. ഫലമ്മാ തുവഫിയ ലം യസൽ യദ്ഹകു ഹത്താ ഉരിയ ഫി തുറാബ്. മണ്ണിലേക്ക് വെച്ച് മണ്ണ് വാരിയിടുന്നവരെ മരണം കഴിഞ്ഞതിൽ പിന്നെ മനോഹരമായി പുഞ്ചിരിച്ചു കിടന്ന മഹാനാണ്. ജീവിതകാലത്ത് ചിരിക്കില്ല, സ്വർഗമാണെന്നറിഞ്ഞാലേ ഞാൻ ചിരിക്കൂ എന്ന് പറഞ്ഞതിൽ അല്ലാഹു സ്വർഗം കാണിച്ചു കൊടുത്തിരിക്കണം. അങ്ങനെയല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമൂ تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة. അല്ലാഹു സജ്ജനങ്ങൾക്ക് നൽകുന്ന മഹത്വമാണ്. മരണനേരത്ത് സ്വർഗം കാണിച്ചു കൊടുക്കും. അല്ലാഹു നമുക്ക് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ. മരണം സംഭവിച്ചതിൽ പിന്നെ മറവ് ചെയ്യപ്പെടുന്നവരെ മനോഹരമായി ചിരിച്ചു കടന്ന പ്രഗൽഭനായ ഹദീസ് പണ്ഡിതനാണ് ഇബ്നു ഖിറാശ് റഹ്മത്തുള്ളാഹി അലൈഹി. അവരുടെ രണ്ട് സഹോദരന്മാർ, ഒന്ന് റബീഅ് ബിൻ ഖിറാശും മറ്റൊന്ന് മസ്ഊദ് ബിൻ ഖിറാശ് റഹ്മത്തുള്ളാഹി അലൈഹിമാ. ഈ രണ്ടുപേരെ സംബന്ധിച്ച് പറഞ്ഞു മഹാനായ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ തഹ്ദീബു തഹ്ദീബിൽ വദുകിറ അൻ മസ്ഊദ് ബിൻ ഖിറാശ് ഇല്ല ലം യുൻഖ. മഹാനവളെ കുറിച്ച് പറയുന്നത്, മസ്ഊദ് ബിൻ ഖിറാശ് എന്നവരെ കുറിച്ച് പറയുന്ന സമയം ലം യുൻഖൽ അൻഹു ഇല്ലാ കലാമഹു ബഅദ മൗതി. മരണപ്പെട്ടതിന് ശേഷം സംസാരിച്ച ആളാണ് റബീഅ് ബിൻ ഖിറാശ്. അദ്ദേഹത്തിന്റെ സഹോദരൻ മസ്ഊദ് ബിൻ ഖിറാശും മരിച്ചു കഴിഞ്ഞെന്ന് വിധി എഴുതിയതിനു ശേഷം സംസാരിച്ചത്. എന്താ സംസാരിച്ച വചനങ്ങൾ എന്നറിയോ? ചരിത്രം വരെ രേഖപ്പെടുത്തി. എന്തൊരു മനോഹരമായ വാക്കുകളാ പറഞ്ഞതറിയോ? രണ്ട് സഹോദരന്മാരും മരിച്ചു കിടക്കുമ്പോൾ ഓരോരുത്തരും അവനവന്റെ മുഖത്ത് നിന്ന് വസ്ത്രം നീക്കിയ ആളുകളാണ്. ഇതൊക്കെ നമുക്ക് അസംഭവ്യമായി തോന്നൂല. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ സംബന്ധിച്ചും ഔലിയാഇനെ അല്ലാഹു ആദരിക്കുന്നതും മനസ്സിലായാൽ ഇതിലൊന്നും സംശയമില്ല. അല്ലാത്തവർക്ക് പിന്നെ മൊത്തത്തിൽ സംശയമായിരിക്കും. അവരോട് നമുക്ക് വർത്തമാനമില്ല. അല്ലാമ ഇബ്നു ഹജർ തങ്ങളെ മനസ്സിലാക്കിയ ആളുകൾ, ഇബ്നു ഹജർ തങ്ങളുടെ ഹാഫിദുദ് ദഹ്ർ ഹാഫിദുദ് ദുനിയ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ, അവരുടെ കിതാബ് പരിചയപ്പെട്ട ഒരാൾ ഈ സംഭവം എന്തൊക്കെയോ ഇല്ലായ്മ പറയാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. അത്രയും പ്രഗൽഭമായ സംഭവമാണ്. എന്താ പറഞ്ഞെന്നറിയോ? രണ്ടുപേരും കുല്ലു വാഹിദിൻ മിൻഹുമാ, ഇബ്നു ഹജർ തങ്ങളുടെ വാക്കുകളാണ്, കുല്ലു വാഹിദിൻ മിൻഹുമാ ബഅദ അൻ മാത വസുജ്ജിയ, മരണപ്പെടുകയും വസ്ത്രം കൊണ്ടവരെ മൂടപ്പെടുകയും ചെയ്തതിന് ശേഷം കശഫ കുല്ലു വാഹിദിൻ മിൻ ഹാദൈനിൽ അഖവൈൻ, ഈ രണ്ട് സഹോദരന്മാർ അർ-റബീഉ വ മസ്ഊദ്, റബീഉ ഇബ്നു ഖിറാശും മസ്ഊദ് ഇബ്നു ഖിറാശും അൽ-ഗിതാഅ അൻ വജ്ഹിഹി, ഓരോരുത്തരും മുഖത്തുള്ള വസ്ത്രം അവരുടെ കൈകൊണ്ട് തന്നെ നീക്കുകയും വഖാല ലിൽ ഹാദിരീൻ, മരിച്ച മയ്യത്തിനെ കാണാൻ വന്ന ആളുകളോട് ബിസൗത്തിൻ യുസ്മഉ, കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൽ രണ്ടുപേരും പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്നി ഖദിംതു അലാ റഹീമിൻ റഹ്മാൻ ഫതലഖാനി ബിറൗഹിൻ വറൈഹാൻ വലഖീതു റബ്ബൻ ഗൈറ ഗദ്ബാൻ
അസ്അലുകും ബില്ലാഹ് അൻ തഅജിലു ബിജിഹാസി ഫഇന്ന റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻതളിറു ദഫനി. എന്നിട്ട് ആയത്തോതി വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ളാഹികതും മുസ്തബ്ശിറ. എന്തൊരു മരണമാ മുഅ്മിനേ, ഇതൊക്കെ അസൂയപ്പെട്ടു പോകുന്ന മരണല്ലേ. മരിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഓരോരുത്തരും പറഞ്ഞു ഇന്നി ഖദിംതു അലാ റഹീമിൻ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മുമ്പിലേക്കാണ് ഞങ്ങൾ വന്നത്. ഫതലഖാനി ബിറൗഹിൻ വറൈഹാൻ, കാരുണ്യവാൻ ഞങ്ങൾക്ക് അല്ലാഹു സുഗന്ധവും അനുഗ്രഹങ്ങളും കൊണ്ടാണ് ഞങ്ങളെ സ്വീകരിച്ചത്. വലഖീതു റബ്ബൻ ഗൈറ ഗളബാൻ, ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളോട് ദേഷ്യപ്പെട്ടിട്ടില്ല. അസ്അലുകും ബില്ലാഹ്, ജനങ്ങളെ നിങ്ങളോട് ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ, അൻ തഅജിലു ബിജിഹാസി, ഞങ്ങളൊന്ന് വേഗം കുളിപ്പിക്കുമോ? വേഗം ഒന്ന് മയ്യത്ത് നിസ്കരിച്ച് ഒന്ന് വേഗം ഖബറിൽ കൊണ്ടുപോയി വെച്ചു തരുമോ? എന്തിനെന്നറിയോ മഹാന്മാരുടെ മരണശേഷം പിന്നെ അവര് ശവങ്ങളെ പോലെയാണ്, അവർക്കൊന്നുമില്ലെന്ന് പറയുന്ന ആളുകൾ ചെവി തുറന്ന് കേൾക്കണം. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനിയുടെ കിതാബ് എടുത്ത് നോക്കണം. നിങ്ങളാരും നിഷേധിക്കാത്ത, തള്ളി പറയാത്ത ആളാണ് ഇബ്നു ഹജർ തങ്ങൾ. എന്താ അവിടെ രേഖപ്പെടുത്തിയത്? ഫഇന്ന റസൂലല്ലാഹി യൻതളിറു ദഫനി, ഞങ്ങളെ മറവ് ചെയ്യുന്നത് റസൂലുള്ളാഹി ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഹബീബ് കാത്തിരിക്കുകയാണ് ഞങ്ങളുടെ മറവ് ചെയ്യുന്ന വിഷയം. അതുകൊണ്ട് വേഗമൊന്ന് മറവ് ചെയ്യുമോ? ഞങ്ങളെ ഹബീബ് കാത്തിരിക്കുകയാണ് എന്ന് ചുറ്റുമുള്ള ആളുകളോട് മരണശേഷം സംസാരിച്ച രണ്ട് ഔലിയാക്കന്മാരാണ് ഹദീസ് പണ്ഡിതന്മാരിൽ കാണുന്നത്. മസ്ഊദ് ഇബ്നു ഖിറാഷും അവരുടെ സഹോദരൻ റബീഉ ഇബ്നു ഖിറാഷ്. എന്നിട്ട് ആയത്തോതി വുജൂഹു യൗമഇദിൻ മുസ്ഫിറ ളാഹികതും മുസ്തബ്ശിറ. നാളെ പരലോകത്തേക്ക് വരുമ്പോൾ ചില മുഖങ്ങളിൽ പ്രകാശമുണ്ട്, അവർ ചിരിക്കുന്നവരാണ്. അല്ലാഹുവിനെ കാണുമ്പോ അല്ലാഹുവേ ഇതുപോലെയുള്ള സജ്ജനങ്ങളുടെ മരണം നീ ഞങ്ങൾക്കും നൽകണേ തമ്പുരാനെ. ഇവരുടെ സഹോദരൻ ജീവിതകാലത്ത് കരഞ്ഞു ജീവിച്ച മഹാൻ, ചിരിക്കാൻ കഴിയില്ല, എന്റെ ആഖിറം എന്തെന്നറിയാതെ ഞാൻ എങ്ങനെയാണ് ചിരിക്കുന്നത്. അങ്ങനെ മരണശേഷം ചിരിക്കാൻ അല്ലാഹു അവസരം കൊടുത്ത മഹാനാണ് റിബഈ ഇബ്നു ഖിറാഷ്. സുഹാഹു സിത്തയുടെ ഇമാമിങ്ങൾ സനദിലൂടെ കൊണ്ടുവന്ന മഹാനായ റിബഈ ഇബ്നു ഖിറാഷ് റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജനങ്ങളുടെ മാർഗത്തിലേക്ക് അല്ലാഹു നമ്മളെ ചേർത്തി തരട്ടെ. അവസാനിപ്പിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരൻ ചിരിക്കുന്നത് കാണുന്നു. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, മുഹദ്ദിസായ ഫഖീഹായ റബ്ബാനിയായ ആലിമാൻ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. ഇറാഖിലേക്ക് ചെല്ലുമ്പോൾ ഇന്നും സിയാറത്ത് ചെയ്യാൻ കഴിയുന്ന മഹാനവറുകൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനെ നിനക്കറിയുമോ നീ സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്ന്? അവൻ പറഞ്ഞു, ഇല്ല. പിന്നെ എന്തിനാണ് നീ ചിരിക്കുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി ജീവിതത്തിൽ തീരെ ചിരിക്കരുത് എന്നല്ല ഈ പറയുന്നത്. നമ്മുടെ ചിരിയേക്കാൾ കൂടുതൽ നമുക്ക് കരയാൻ കഴിയണം. ചിരിക്കാനല്ല ജീവിക്കേണ്ടത്. അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ രക്ഷയുണ്ടെങ്കിൽ, ആ കണ്ണുള്ള ശരീരത്തിന് അല്ലാഹു നരകശിക്ഷയിൽ നിന്ന് മോചനം കൊടുക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണുനീരുകളെ കൊണ്ട് സ്വർഗം കിട്ടുമെങ്കിൽ നമ്മൾ അതിന് പരിശ്രമിക്കേണ്ടവരല്ലേ? ഹസനുൽ ബസ്രി തങ്ങളുടെ വാക്കുകൂടെ ഉദ്ധരിച്ചോട്ടെ. മൻ കാന യഅലമു അന്നൽ മൗത മൗരിദു, മരണം തന്നെ പിടികൂടുമെന്ന് ബോധമുള്ള ഒരാൾ, വഅന്ന അസ്സാഅത മൗഇദു, ലോകാവസാനം വരാനിരിക്കുകയാണെന്ന് ഓർമ്മയുള്ള ഒരാൾ, വഅന്നൽ വുഖൂഫ ബൈന യദൈല്ലാഹി മശ്ഹദു, അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടവനാണെന്ന് ബോധ്യമുള്ള ഒരാൾ, ലഹഖീഖും ബിഹി അയതൂല ഹുസ്നുഹു ഫിദ്ദുനിയാ, ഈ ലോകത്തവർ സങ്കടപ്പെടേണ്ടവർ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫൽയദ്ഹകൂ ഖലീലൻ വൽയബ്കൂ കസീറാ ജസാഅൻ ബിമാ കാനൂ യക്സിബൂൻ. അല്ലാഹു നമ്മുടെ മനസ്സുകൾക്ക് അവനെ പേടിക്കാനും കണ്ണുകൾക്ക് അവനെ ഓർത്ത് കരയാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പ്രഭാഷണം തുടങ്ങി 2 മണിക്കൂറും 10 മിനിറ്റുമായി നമ്മുടെ സമയത്തിന്റെ പരിമിതി മാനിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.
അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെ ദുആയിരക്കാൻ വേണ്ടി ഒരുപാട് അപേക്ഷകളുണ്ട്. ഇവിടെ കവർ നമ്മുടെ പ്രവർത്തകന്മാർ വിതരണം ചെയ്ത് കാണും. നിങ്ങളത് അതിൽ നിങ്ങളുടെ ഭാഗവാഹിത്വം എത്രയാണോ, 2000 രൂപക്ക് നമുക്കൊരു സ്ക്വയർ മീറ്റർ സ്ഥലം നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ വലിയൊരു തൗഫീഖാണ്. അല്ലാഹു സ്വീകരിക്കട്ടെ. 10 സെന്റ് സ്ഥലം ബഹ്റൈനിലെ സലാം ഹാജി, ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റാണ്, അവരുടെ ഭാര്യ, അതുപോലെ തന്നെ കരീം ഹാജി, ഈ 3 ആളുകൾ ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സലാം ഹാജിയുടെ ഭാര്യയുടെ രോഗം ശിഫയാവാൻ, അതുപോലെ തന്നെ മക്കൾ നന്നാവാനും ഒക്കെയാണ്. അല്ലാഹു സഹോദരിക്ക് ശിഫ നൽകട്ടെ, മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളാക്കി തരട്ടെ. കരീം ഹാജിയുടെ മരണപ്പെട്ട പിതാവ്, സഹോദരൻ, സഹോദരി, ഇവർക്ക് വേണ്ടി ദുആയിരക്കാൻ വസിയത്തുണ്ട്. അല്ലാഹുവിന്റെ ഖബറിലും സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഹമീദ് ഹാജി മരുന്നൂർ, എത്രയാണ്? 1,01,000 രൂപ. മാഷാ അല്ലാഹ്. ഖത്തർ ചാപ്റ്റർ പ്രസിഡന്റാണ് മഹാനായ ഹമീദ് ഹാജി. ഹമീദ് ഹാജി എന്നോട് ഈ വിഷയം പറഞ്ഞിരുന്നു. ഇവിടെ ഹമീദ് ഹാജി വരേണ്ടതായിരുന്നു, അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ നമ്മുടെ ഈ പള്ളിയുടെ വിഷയമൊക്കെ എന്നെ നേരിട്ട് അറിയിച്ചിരുന്നു, വിളിച്ചിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന്റെ ചില ഉദ്ദേശങ്ങളെ കൊണ്ട് അള്ളാഹു സഫലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ കച്ചവട സംബന്ധമായ ചില കാര്യങ്ങളൊക്കെ കൊണ്ട് അള്ളാഹു അത് പൂർത്തിയാക്കി കൊടുക്കട്ടെ. അതുപോലെ കൈതക്കൽ മജീദ് മുബഷിർ, മറ്റൊരു സുഹൃത്തും കൂടി 1/2 സെന്റ് അൽഹംദുലില്ലാഹ്. കരീം സാഹിബ് അറ്റ്ലസ് 25,000 രൂപ. അഷ്റഫ് ചുള്ളിയോട് 25,000. അയ്യൂബ് യെസ് ഭാരത് 25,000. അതുപോലെ ചളിക്കണ്ടം നാസർ ഹാജി 25,000. അള്ളാഹു സ്വീകരിക്കട്ടെ. കരീം ഹാജിയുടെ 25,000 ഇവിടെ അറ്റ്ലസ്, മാഷാ അല്ലാഹ്, കരീം അറ്റ്ലസ് സാഹിബ് അവരുടെ ഒരു ചെക്ക് ഇവിടെ ഏൽപ്പിച്ചു. അള്ളാഹു നീ കബൂലാക്കണേ റബ്ബേ. ഈ സദസ്സിൽ വെച്ച് നമ്മൾ ദുആയിരക്കൊന്നി സംഭാവന ചെയ്തവര്, ഇതിനുവേണ്ടി സഹായിച്ചവർ, അവർക്കൊക്കെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ഹംസകുട്ടി സാഹിബ് ഇൻഷാ അല്ലാഹ് 25 മീറ്റർ സ്ക്വയർ, അതിന് 50,000 രൂപ നമ്മുടെ ഈ പരിപാടിയിലേക്ക് നമ്മുടെ നായ്ക്കട്ടി ഹംസക്കുട്ടി സാഹിബ് ഇവിടെ സംഭാവന ഏറ്റിരിക്കുകയാണ്. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. അള്ളാഹു നീ കബൂലാക്കണേ തമ്പുരാനെ. അള്ളാഹു അർഹമായ പ്രതിഫലം 2 ലോകത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബാപ്പു പനന്തറ വെങ്ങപ്പള്ളി 25,000 രൂപ. അതുപോലെ തന്നെ ഇവിടെ വലിയ മാഷാ അല്ലാഹ്, മകൾക്ക് വല്ലിപ്പയായി എന്നറിഞ്ഞതെന്നാണെന്നല്ലേ. മാഷാ അല്ലാഹ്. മകളുടെ സുഖപ്രസവത്തിന് വേണ്ടി ദുആയിരക്കാനും വേണ്ടി, സന്തോഷ ജീവിതത്തിന് വേണ്ടി ദുആയിരക്കാൻ 10,000 രൂപ നമ്മുടെ ഖത്തർ ചാപ്റ്റർ സെക്രട്ടറി സ്ഥാപനത്തിന് വേണ്ടി ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു നീ സ്വീകരിക്കണേ റബ്ബേ. താജുദ്ദീൻ ഫൈസിയുടെ 8 വയസ്സുള്ള പെൺകുട്ടി മരിച്ചു, പ്രത്യേകം ദുആയിരക്കാൻ വേണ്ടി പറഞ്ഞു നീലഗിരി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിയുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് ഒരു ദുഖുറും ഇളത്തും വഅ്തിബാറുമായി സ്വർഗ്ഗത്തിലേക്ക് സ്വീകരിക്കുന്ന കുട്ടിയായി അള്ളാഹു സ്വീകരിച്ചു കൊടുക്കട്ടെ. സഹോദരങ്ങളുടെ ദുർനടപ്പിനാൽ വിവാഹം നടക്കാത്ത 2 സഹോദരിമാർ, അവർക്ക് നല്ല ചിന്ത വരാനും ആ സഹോദരങ്ങൾക്ക് നന്നാവാനും ഈ പെൺകുട്ടികളുടെ വിവാഹം നടക്കാനും ഒരു സ്വർണ്ണ ലോക്കറ്റ് തന്നിരിക്കുകയാണ്. അള്ളാഹുവെ, അവരുടെ ഉദ്ദേശം അറിയുന്ന തമ്പുരാനെ, അള്ളാഹുവെ, ആ 2 പെൺമക്കൾക്ക്, സഹോദരിമാർക്ക് അള്ളാഹുവെ അർഹമായ വിവാഹബന്ധം, യോജിച്ച വിവാഹബന്ധം നീ കൊടുക്കണേ തമ്പുരാനെ. അവരുടെ സഹോദരങ്ങൾക്ക് നീ സ്വലാഹും നന്മയും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഡോക്ടർ AP അബ്ദുൽ ഖാദർ സാഹിബ് 10,000 രൂപ. അള്ളാഹു നീ കബൂലാക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ 3 മക്കൾ രോഗത്താൽ കഷ്ടപ്പെടുകയാണ്. ഒരു രോഗം ശിഫയാവാൻ വേണ്ടി ഒരു സഹോദരി 2 കമ്മൽ. അള്ളാഹു ആ 3 മക്കൾക്കും നീ അത്ഭുതകരമായി ശിഫ കൊടുക്കണേ റഹ്മാനെ. അത്ഭുതകരമായി ശിഫ നൽകണേ തമ്പുരാനെ. അത്ഭുതകരമായി ശിഫ നൽകണേ തമ്പുരാനെ. ഭാരതപ്പുഴയിൽ മുങ്ങി മരിച്ച 3 കുട്ടികൾ, അള്ളാഹു നീ ആ 3 മക്കളുടെയും കുടുംബത്തിന് ആശ്വാസം നൽകണേ റബ്ബേ. ആ 3 കുട്ടികളെയും സ്വർഗത്തിലേക്ക് എത്തുന്ന മക്കളാക്കി കൊടുക്കണേ തമ്പുരാനെ. അതുപോലെ തന്നെ ഇവിടെ ദുആയിരക്കാൻ വേണ്ടി എന്റെ ഒരു പ്രിയപ്പെട്ട കൈസ് എന്ന് പറഞ്ഞൊരു മോനുണ്ട് നമ്മുടെ ബത്തേരിയിൽ. ശാരീരികമായി തളർച്ചയുള്ള ഒരു മോനാണ്. എന്നാലും മനസ്സിന് നല്ല ഒരു കെട്ടുറപ്പും ആർജവും എന്തൊക്കെയോ നന്മകൾ ജീവിതത്തിൽ ചെയ്യണമെന്ന വലിയൊരു ദൃഢനിശ്ചയമുള്ള, ശരീരം ദുർബലമാണെങ്കിലും മനസ്സുകൊണ്ട് വല്ലാതെ അള്ളാഹുവിന്റെ ദീനിനെ സ്നേഹിക്കുന്ന ഖൈസ് എന്ന് പറഞ്ഞ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോൻ. അള്ളാഹുവെ, കുട്ടിക്ക് നീ പരിപൂർണ്ണ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. കാലിന് സുഖമില്ലാത്ത മോനാണ്. അള്ളാഹു നീ ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. ശരീരത്തിൽ വിഷമങ്ങളുണ്ട്, നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരുടെ പിതാവ്, ഉമ്മ, മക്കൾ, കൂട്ടുകാർ, സഹോദരങ്ങൾ, അവർക്കൊക്കെയും ഖൈർ കൊടുക്കണേ തമ്പുരാനെ. ഇവിടെ പേര് ഇവിടെ അറിയിച്ചതും വായിക്കാൻ പറഞ്ഞതും അല്ലാത്തവരുമായ മുഴുവൻ വിഷയങ്ങളിലേക്കും നമ്മൾ ഒരുമിച്ച് ദുആയിരക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നായ്ക്കട്ടിയിൽ നവംബർ 14 വെള്ളിയാഴ്ച 4 മണിക്ക് ഇൻഷാ അല്ലാഹ് ഒരു പ്രഭാഷണം ഉണ്ട്. നായ്ക്കട്ടിയിലെ ആ ഒരു പുതിയ പള്ളി, നമ്മുടെ ഹംസക്കുട്ടി സാഹിബ് ഒക്കെ കമ്മിറ്റി ഭാരവാഹികൾപ്പെട്ട
അവരുടെയൊക്കെ ഒരു ശ്രമഫലമായി ഒരു വലിയൊരു മസ്ജിദ് നമ്മുടെ ബത്തേരിക്ക് സമീപത്ത് വരികയാണ് ഇൻഷാ അല്ലാഹ്. മഹാനായ ഹൈദരലി ശിഹാബ് തങ്ങൾ അവറുകൾ 14-ാം തീയതി വെള്ളിയാഴ്ച, 14 വെള്ളി എന്നെ തോന്നുന്നു അല്ലെ, അല്ല ബുധനാഴ്ചയാണ്, 14 ബുധനാഴ്ച അതിന്റെ ഉദ്ഘാടന കർമ്മം തങ്ങൾ നിർവഹിക്കുകയാണ്. നവംബർ 16-ന് ജുമുഅക്ക് മുനവ്വറലി ശിഹാബ് തങ്ങൾ ഈ സഹോദരനും അവിടെ പരിപാടിക്ക് വന്ന് ഒരു പ്രഭാഷണമുണ്ട് അസർ മഗ്രിബിന്റെ ഇടയിൽ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ ഇവിടെ എഴുതി ഏൽപ്പിച്ചത് കൊണ്ട് പറഞ്ഞതാണ്. അള്ളാഹു എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി തരട്ടെ. അള്ളാഹു നിങ്ങളൊക്കെ ചെയ്ത സ്വതക്കകൾ സ്വീകരിക്കട്ടെ. ഒന്നും കൊടുക്കാൻ കഴിയാത്ത പാവങ്ങളുണ്ടാവും. എന്റെ കയ്യിൽ ഇല്ലല്ലോ റബ്ബേ, എനിക്കുണ്ടെങ്കിൽ കൊടുക്കുമായിരുന്നു, എനിക്ക് 2000 രൂപ എന്റെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ ആ പള്ളിയുടെ ഒരു സ്ക്വയർ മീറ്റർ ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു എന്നൊക്കെ നിയ്യത്തുള്ള സഹോദരന്മാരുണ്ടാവും. ഇല്ലാത്തതുകൊണ്ട് അവർക്ക് നമ്മൾ ദ്വാരക്കാണ്. അവരുടെ ഖൽബിലെ നിയ്യത്തിന് അള്ളാഹു കൂടി കൊടുക്കട്ടെ. അള്ളാഹു സമ്പത്തിൽ വർധനവ് കൊടുക്കട്ടെ. അള്ളാഹു നമുക്കൊക്കെ എന്തെങ്കിലും അവന്റെ ദീനിന് ചെയ്തു കൊടുക്കാൻ തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നമ്മുടെ ഒരു ഖത്തർ കമ്മിറ്റി അംഗം മുഹമ്മദ് അലി റഹ്മാനി പേരാൽ 10,000 രൂപ അവരുടെ ഒരു വീട് പൂർത്തിയാവണമെന്ന ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹു നീ ദുനിയാവിലും ആഖിറത്തിലും നീ അവർക്ക് വീട് നൽകണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ് ഹംദൻ യുവാഫി നിഅമഹു യുകാഫി വമസീദ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ വഹബീബിനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, നീ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ഖൽബുകൾക്ക് നീ പേടി നൽകണേ തമ്പുരാനെ. നിന്റെ അംബിയാവും സുഹാബികളും ഖുലഫാഉ റാഷിദുകളും സജ്ജനങ്ങളും മുഅ്മിനീങ്ങളും അവരുടെ ജീവിതത്തിലൂടെ അവരുടെ കരഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് റബ്ബേ ഞങ്ങൾ കടന്നുപോയത്. അല്ലാഹുവേ, അവരെ പോലെയൊന്നും ഞങ്ങൾക്കുണ്ടാവാൻ കഴിയില്ലെങ്കിലും അല്ലാഹുവേ, അവരിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് അല്ലാഹു നിന്നെ ഭയപ്പെടുന്ന ഒരു ഹൃദയം നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. നിന്നെ ഓർത്ത് കരയുന്ന കണ്ണുകൾ നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് നീ നിനക്ക് വേണ്ടി പൊഴിക്കുന്ന കണ്ണുനീർ തുള്ളികൾ വേണം തമ്പുരാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കൾക്ക്, ഞങ്ങൾക്ക്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, ഞങ്ങളുടെ കൂട്ടുകാർ, ഈ ഉമ്മത്തിലെ യുവാക്കള്, യുവതികള്, വിദ്യാർത്ഥിനികൾ ഞങ്ങൾക്കൊക്കെ റബ്ബേ നിന്നെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. വമാ ഖദറുല്ലാഹ ഹഖ ഖദരി. അല്ലാഹുവിനെ വേണ്ട വിധം അവരൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്ന് റബ്ബേ നീ പറയുന്നുവല്ലോ. പടച്ചവനെ, നിന്നെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഹൃദയം നൽകണേ തമ്പുരാനെ. ഈമാന് കൊണ്ട് അലങ്കരിക്കണേ റബ്ബേ ആ ഹൃദയത്തിനകം. ആ ഹൃദയത്തിന്റെ ഉള്ളു യഖീന് കൊണ്ട് നിറച്ചു നൽകണേ തമ്പുരാനെ. നിന്റെ ഹബീബിനോടുള്ള ഹുബ്ബ് കൊണ്ടും നിന്നോടുള്ള മഹബ്ബത്ത് കൊണ്ടും ആ ഹൃദയത്തിന് വെളിച്ചം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഖൽബുകളെ നീ പ്രകാശിപ്പിച്ചു നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ശരീരം നീ പ്രകാശിപ്പിച്ചു നൽകണേ റബ്ബേ. അല്ലാഹുവേ, 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 കഴിഞ്ഞകാല ജീവിതത്തിലെ തെറ്റുകളെയോർത്ത് കരഞ്ഞില്ലെങ്കിൽ തന്നെ, കഴിഞ്ഞുപോയ കാലത്ത് നന്മകൾ ചെയ്യാൻ സാധിക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് തന്നെ മനുഷ്യൻ മരണം വരെ കരയേണ്ടി വരുമെന്ന് മഹാനായ അബൂ സുലൈമാൻ ദാവാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വചനം ഞങ്ങൾക്ക് റബ്ബേ. അല്ലാഹുവേ, 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 കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റുകൾ ഞങ്ങൾക്ക് മാപ്പ് തരണേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, അർഹമുർ-റഹീമായ റബ്ബേ, അല്ലാഹുവേ, കഴിഞ്ഞുപോയ കാലങ്ങളിലെ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ നിന്നോട് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കുന്നു റബ്ബേ. മാപ്പ് നൽകണേ റബ്ബേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ അല്ലാഹുവേ ഈ സദസ്സിലേക്ക് ദുആ വസിയത്ത് ചെയ്ത് സംഭാവനകൾ ചെയ്തു നിന്റെ മസ്ജിദിന്റെ നിർമ്മാണത്തിന് വേണ്ടി. ഇനി ഇതിന്റെ സംഘാടകരെ സമീപിക്കുമ്പോൾ എന്തെല്ലാം കൊണ്ട് സഹായിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ആ പരിശുദ്ധമായ മസ്ജിദിന് വേണ്ടി സഹായിക്കണം. ആരൊക്കെ മുന്നോട്ട് വരുമോ അവർക്കും റബ്ബേ അല്ലാഹുവേ ഞങ്ങളെയും അവരെയും ഒക്കെ നീ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ റബ്ബേ. നീ സ്വീകരിക്കുന്നതിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് ആളുകൾ വിഷമത്തിലാണ്. ദുനിയാവിന്റെ വിഷമങ്ങളും പരാധീനതകളും മരണത്തോടെ തീരുമല്ലോ റബ്ബേ. ഞങ്ങളുടെ ആഖിറത്തിന്റെ വിഷമങ്ങൾ എന്നേക്കുമായി ഞങ്ങൾക്ക് പരിഹരിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ. ഞങ്ങൾക്ക് മുസീബത്ത് വരരുത് എന്നല്ലല്ലോ റബ്ബേ നിന്റെ ഹബീബ് ദുആയിരുന്നത്. നീ തരുമെന്ന് ഉറപ്പിച്ച വിഷയമാണ് മുസീബത്ത്. അത് ഞങ്ങളുടെ ദീനിലായി പോകരുത്. അല്ലാഹുമ്മ ലാ തജ്അൽ മുസീബതനാ ഫീ ദീനിനാ വലാ തജ്അൽ ദുനിയ അക്ബർ ഹമ്മിനാ വലാ ഗായത റഗ്ബത്തിനാ. പടച്ചവനെ, ഞങ്ങളുടെ പഠനവും ഞങ്ങളുടെ ഇൽമു കൊണ്ടും ദുനിയാവോ പൈസയോ ലക്ഷ്യമാവാതെ കാക്കണേ തമ്പുരാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ പരീക്ഷണം ഞങ്ങളുടെ ദീനിൽ വന്നു പോകാതെ കാക്കണേ റബ്ബേ. അല്ലാഹു ഇബാദത്തിന് തടസ്സമാകുന്ന ഒരു പരീക്ഷണവും നൽകല്ല റബ്ബേ. കടം കൊണ്ട് വലഞ്ഞ ഒരുപാട് ആളുകൾ ദുആരക്കാൻ പ്രത്യേകം ഏൽപ്പിച്ചവരുണ്ട് തമ്പുരാനെ. അല്ലാഹുയുടെ കടങ്ങൾ നീ വിട്ടുകൊടുക്കണേ റബ്ബേ. ഞങ്ങൾ ഓരോരുത്തരുടെയും കടങ്ങൾ വിടാനുള്ള വഴി നീ എളുപ്പമാക്കണേ റബ്ബേ. ഈ പരിപാടിക്ക് വേണ്ടി നാസർ ഹാജി ചളിക്കണ്ടം 25,000 സംഭാവന ചെയ്തു. അല്ലാഹുവേ, അതുപോലെ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെ നീ എല്ലാ കബൂലിയത്തും കൊടുക്കണേ റബ്ബേ. സ്വീകരിക്കണേ വിളിച്ചവനെ. അല്ലാഹുമ്മ തഖബ്ബൽഹാ ബിയമീനിക് വകിൽതാ യദൈക യമീൻ. അല്ലാഹു നീ സ്വീകരിക്കണേ തമ്പുരാനെ, നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹു നാളെ തുലാസിലേക്ക് കനം തൂക്കുന്ന അമലാക്കി കൊടുക്കണേ റബ്ബേ.
ഒരുപാട് ആളുകളുടെ അധ്വാനമാണ് പടച്ചവനെ. 50,000, 25,000, 10,000, 1,00,000 ഒക്കെയായി ഇതിന് സംഭാവന ചെയ്തവർ, ചെറുതും വലുതുമായി കൊടുത്തവർ. പടച്ചവനെ നീ കബൂലാക്ക് റബ്ബേ. സ്വതക്കകളെ കൊണ്ട് നീ അദാബ് തട്ടി നീക്കുമല്ല റബ്ബേ. ഒരുപാട് പ്രളയ ദുരിതങ്ങളും പ്രയാസങ്ങളും കൊണ്ട് നീ ഞങ്ങളെ പരീക്ഷിച്ചു റബ്ബേ. ഇനി ഒരിക്കലും അതുപോലൊരു പരീക്ഷണം റബ്ബേ ഈ സ്വതക്കയുടെ ബറക്കത്തോടെ ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. ഒരാളും വിഷമത്തിലായി പോകുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകല്ലേ തമ്പുരാനെ. അല്ലാഹു, ഞങ്ങൾ നിന്റെ ഇബാദുകളിൽ ദുർബലന്മാരിൽ ദുർബലന്മാരാണ് റബ്ബേ. ഈ കിടക്കുന്ന നിന്റെ ഭൂമിയും നിന്റെ പർവ്വതങ്ങളും നിന്റെ മലകളുമെല്ലാം പൊട്ടിത്തെറിച്ചാൽ ഞങ്ങൾ അതിന്റെ മുമ്പിൽ നിസ്സാരങ്ങളാവിടെ പടച്ചവനെ. അല്ലാഹു, നിന്റെ റഹ്മത്തിന്റെ കാറ്റുകൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണേ റബ്ബേ. അല്ലാഹു, ദുനിയാവിലും ആഖിറത്തിലും ഭൂമിക്ക് മുകളിലും ഭൂമിക്കുള്ളിലേക്ക് വന്നാലും اللهم احفظنا اللهم ارحمنا فوق الارض وارحمنا تحت الارض وارحمنا يوم العرض عليك. നിന്റെ മുമ്പിലേക്ക് വരുമ്പോഴും വിചാരണയ്ക്ക് വരുമ്പോഴും ഞങ്ങളോട് റഹ്മത്ത് കാണിക്കണേ റബ്ബേ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റബ്ബേ. മക്കളില്ലാത്തവർക്ക് കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ സഹോദരിമാരിൽ വിവാഹപ്രായമെത്തിയവർക്ക് യോജിച്ച വിവാഹബന്ധം കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ സഹോദരിമാർ പഠിക്കുന്നവർക്ക് നല്ല പഠനവും ഉയർച്ചയും ബുദ്ധിയും ഓർമ്മശക്തിയും അദബും അച്ചടക്കവും ഇൽമും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മക്കളാരും ഒരു ക്യാമ്പസുകളിലും പോയി വഴിതെറ്റിപ്പോകുന്ന അവസ്ഥ വരാതെ കാക്കണേ പടച്ചവനെ. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളിൽ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ, ജോലിക്ക് പരിശ്രമിക്കുന്നവർ, അല്ലാഹു അവരുടെ കച്ചവടങ്ങളും ജോലികളും ഒക്കെ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. ഇല്ലാത്തവർക്ക് നീ ഖൈർ നൽകണേ തമ്പുരാനെ. കച്ചവടങ്ങളിൽ വെച്ച് നഷ്ടം വന്നവർക്ക് പകരം കൊടുക്കണേ റബ്ബേ. അല്ലാഹു, ഗൾഫ് നാടുകളിലും ഇവിടത്തെ ഈ മലയോരങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾ എല്ലാവർക്കും നീ ഖൈർ നൽകണേ തമ്പുരാനെ. റഹ്മാനായ റബ്ബേ, അല്ലാഹു, ഞങ്ങളുടെ വീടുകളിൽ സന്തോഷം താ തമ്പുരാനെ. ഞങ്ങളുടെ വീടുകളിൽ മക്കൾ, മാതാപിതാക്കൾ, ബന്ധുക്കൾക്കിടയിൽ സ്നേഹം നൽകണേ തമ്പുരാനെ. അല്ലാഹു, നിന്നെ ഓർത്ത് ജീവിക്കുകയും നിനക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന സജ്ജനങ്ങളാക്കി തരണേ റബ്ബേ. വളരെ നിസ്സാരമായ കുറഞ്ഞ നേരത്തെ ഒരു ജീവിതത്തിന് വേണ്ടി മനുഷ്യൻ പെടുന്ന പെടാപ്പാടുകളും അതിനുവേണ്ടി മനുഷ്യൻ ചെയ്യുന്ന ദുൽമുകളും കാണുമ്പോൾ അല്ലാഹുവേ, നിന്റെ അനന്തമായ ലോകത്തിന്റെ ആ ഒരു സുഖമാണ് റബ്ബേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നാളെ നീ നിന്നെ കാണിച്ചു തരണേ തമ്പുരാനെ. നിന്റെ നിഅമത്ത്